രോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. രോമ ടിവിയുടെ ചാനലിലൂടെ ഇതിനോടകം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിത അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അത് അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ചാനലിലൂടെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ശുശ്രൂഷയുടെയും വേറിട്ട അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങളുമായി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകൾ, വിവിധ സാഹചര്യങ്ങൾ ആരാലും അറിയപ്പെടാതെ കഴിയുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച ചില നാളുകൾക്ക് മുൻപ് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സജിമോൻ TC കൊച്ചിയില് മറുവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേവാസന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം താന് കടന്നു വന്നു. നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ചില ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അത് വലിയൊരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സജിമോൻ TC അവരുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരോമ TVയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, ദൈവസ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം കൂടെ അരോമ TVയിലൂടെ നിങ്ങളുമായി എന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന ഇതിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന പ്രിയ ഡാനിയൽ പാസ്റ്ററോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ചില നാൾക്ക് മുമ്പ് എനിക്ക് ഈ അരോമ TVയിലൂടെ നിങ്ങളുടെ അടുക്കൽ വരുവാനായിട്ട് ദൈവം അവസരം ഒരുക്കി. ചില സാക്ഷ്യങ്ങൾ അത് പ്രസ്താവിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. അത് ചില പ്രിയപ്പെട്ടവർക്കൊക്കെ വളരെ പ്രയോജനകരമായിരുന്നു എന്ന് പിന്നത്തേതിൽ അറിയുവാൻ കഴിഞ്ഞു. ഇന്ന് പകല് വീണ്ടും ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്നതിന് മുഴുവൻ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം റാന്നിയാണ്, പത്തനംതിട്ട ജില്ലയിൽ റാന്നി. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ഞങ്ങൾ 8 മക്കൾ, ഞാൻ 8ാമനാണ്. എൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങൾ കൂടെ കടന്നുപോയ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഹൈന്ദവ പശ്ചാത്തലമാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എൻ്റെ പിതാവ് വളരെയധികമായ മയക്കുമരുന്ന്, കഞ്ചാവിനൊക്കെ അടിമയായിട്ട് കുടുംബത്തിന്റെ യാതൊരു ഉത്തരവാദിത്വങ്ങളും ഇല്ലാതെ ജീവിച്ചു. അമ്മ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെയൊക്കെ വളർത്തി. എൻ്റെ ചില മൂത്ത സഹോദരൻ TK ഗോഡ്സൺ, ഏറ്റവും മൂത്ത സഹോദരനല്ല, 3ാമത്തെ ആളാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ യേശുവിനെ കണ്ടുമുട്ടാൻ ഇടയായി തീർന്നത്. അതിനുശേഷം ക്രമേണ ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവർക്കും യേശുവിനെ അറിയുവാനായിട്ട് ദൈവം ഭാഗ്യം കൊടുത്തു. ഒരു സഹോദരൻ വിശ്വാസത്തിൽ ശശി സാം, അദ്ദേഹം വിശ്വാസത്തിൽ വരുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഹാർട്ടിന്റെ വാൽ പോയിട്ട് അദ്ദേഹത്തെ ഉപേക്ഷിച്ചതാണ്. വാസ്തവത്തിൽ നേരിട്ട് 10-50 വർഷം മുമ്പ് അദ്ദേഹത്തിന് ദൈവം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ച അദ്ദേഹത്തിന് ദൈവം ഒരു പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് അത്ഭുതമായ ഒരു സൗഖ്യം കൊടുത്തു. അത് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസത്തെ ശക്തമായിട്ട് ഉറപ്പിച്ചു. കാരണം മരണത്തിന് ഇന്നത്തെ പോലുള്ള ചികിത്സാ സൗകര്യങ്ങൾക്ക് അന്ന് ഇല്ലാത്ത കാലമാണല്ലോ. മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട് അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫാർമസി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഈ പ്രയാസം വന്നത്. അങ്ങനെ മരണത്തിന് വിധി എഴുതി അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവന്ന് വിശ്രമിക്കാൻ ഇട്ടിരിക്കുന്ന സമയത്ത് ഒരു സുവിശേഷകൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മീയ പിതാവ് പാസ്റ്റർ PC എബ്രഹാം. അദ്ദേഹം വന്ന് ദൈവവചനം പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായ ദൈവിക രോഗശാന്തി ആ ജ്യേഷ്ഠ അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. അങ്ങനെ എൻ്റെ സഹോദരനെ ദൈവം മരണത്തിൽ നിന്ന് വിളിച്ചപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലാകമായിട്ട് ഒരു വലിയ മാറ്റം ഉണ്ടായി. അങ്ങനെ ഓരോരുത്തരായിട്ട് രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം തന്നു.
ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഈ പശ്ചാത്തലം വേർതിരിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ 6 കുടുംബങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് വിടുവിക്കപ്പെട്ടു. 6 ശുശ്രൂഷകന്മാര് ആ കുടുംബത്തിൽ നിന്ന് തന്നെ ദൈവം പല ഡിനോമിനേഷനായിട്ട് ദൈവം അയക്കുവാൻ ഇടയായി തീർന്നു. ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ എന്റെ ചെറുപ്രായത്തിലെ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള വിളി എന്റെ മേലുണ്ടായിരുന്നു. ഞാൻ ഇന്നേപോലെ ഓർക്കുന്നുണ്ട്, എന്റെ ഒരു സഹോദരിയുടെ ഒപ്പം സഹോദരിക്ക് കൂട്ടിന് ഞാൻ മീറ്റിങ്ങിന് പോയതാണ്. അന്ന് കർത്താവിൽ സ്ഥലത്തിൽ വിശ്രമിക്കുന്ന ഭക്തനായ ഭാര്യാപുര യോനാച്ചായൻ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ 13 വയസ്സുള്ളപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകൾ ഇങ്ങനെ കണ്ണു തുറന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗർജിക്കുന്ന ശബ്ദത്തിൽ അദ്ദേഹം എന്റെ തലയിൽ കൈവച്ച് പറയും, മകനെ, ഊമ വിഗ്രഹങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ എന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ വേർതിരിച്ചിരിക്കുന്നു. ആ ശബ്ദം ഇപ്പോഴും എന്റെ കാതുകളിലുണ്ട് വാസ്തവത്തിൽ. അതിനുശേഷം ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളായാലും ഒരുപാട് പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ആ ശബ്ദമാണ് ഇപ്പോൾ മുഴങ്ങുന്ന പോലെ എന്റെ ചെവിക്കകത്ത് ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദൈവവേല ചെയ്യണം എന്നുള്ള ആഗ്രഹം പിന്നീട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്തുണ്ട്. എന്നാൽ എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ദൈവവേലയ്ക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അതിനിടയ്ക്ക് ഞാൻ വിവാഹത്തിനായി. അതിനുശേഷം ദൈവം എനിക്ക് 2 കുഞ്ഞുങ്ങളെ നൽകി. അപ്പൊ അങ്ങനെ കുടുംബത്തിന്റെ പ്രാരാബ്ദം, പിന്നെ ഇളയ മകനായതുകൊണ്ട് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ വന്ന് എനിക്ക് ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു. ഈ ജോലിക്ക് പോകുമ്പോഴൊക്കെയും എന്റെ ഹൃദയത്തിൽ കർത്താവിന്റെ വേല ചെയ്യണം എന്നൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ വിവാഹം കഴിഞ്ഞ സമയത്ത് ഞാൻ കഴിഞ്ഞ എന്റെ സാക്ഷ്യത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതെങ്കിലും അത് ആദ്യമായി കേൾക്കുന്നത് പ്രയോജനമാകാൻ വേണ്ടി ഞാൻ അത് പറയുകയാണ്. എന്റെ ഭാര്യയുടെ വീട് വെണ്ണിക്കുളം നാരകത്താനി എന്ന് പറയുന്ന സ്ഥലമാണ്. ഞങ്ങളെ വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ആഴ്ചയിൽ തന്നെ എനിക്ക് അവിടെ ഒരു പ്രവർത്തനം തുടങ്ങണമെന്ന് തോന്നി. അങ്ങനെ റാന്നിയിൽ നിന്നും എന്റെ പാസ്റ്റർ PC ചാക്കോ അവരുകൾ വന്ന് ആ ദേശത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവിടെ ഒരു നല്ല സഭ പിന്നത്തെ സ്ഥാപിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. അതൊക്കെ ഒത്തിരി, അതിന്റെയൊക്കെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ആ സഭ അവിടെ ഉണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എന്റെ ജോലിയിൽ ആഴ്ചയിൽ ഒരു ദിവസം ജോലിക്ക് പോകാതെ കർത്താവിന്റെ ദാസനോട് ഒരുമിച്ച് ആ ദേശത്ത് നിന്ന് പ്രവർത്തിച്ചു. അങ്ങനെ ആ ഭാഗത്തുള്ള മൊത്തം CSC കുടുംബങ്ങളൊക്കെ ഞങ്ങളെ പ്രാർത്ഥനകൾ വയ്ക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ നല്ലൊരു വളർച്ച ആ കാലഘട്ടങ്ങൾ ആ സഭയ്ക്ക് ദൈവം തന്നു. അതിനുശേഷമാണ് ഞാൻ ഈ മെഡിക്കൽ റെപ്പായിട്ട് ജോലി ചെയ്യുമ്പോഴും ഒന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഇതുപോലെ എനിക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കടന്നു പോകുമായിരുന്നു. ഞാൻ പോകുന്ന ഇടങ്ങളിൽ യേശുവിനെ കുറിച്ച് പറയുമായിരുന്നു. പിന്നത്തേൽ ഞാൻ വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് വന്നു. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാൻ വൈകുന്തോറും എനിക്ക് സാമ്പത്തികമായ വലിയ പ്രതിസന്ധി എനിക്ക് കുടുംബത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വീടൊരു മലയിലാണ്. അവിടെ വളരെ 5 സെന്റ് സ്ഥലമാണുള്ളത്. ഒരു മലയില്, അതായത് അന്നത്തെ കാലത്ത് 3000 രൂപ 2000 രൂപ കിട്ടുമായിരിക്കും. അതിൽ കൂടുതലൊന്നും കിട്ടത്തൊന്നുമില്ല. അതാണ് അവിടുത്തെ എന്റെ കുടുംബത്തിന്റെ ആസ്തി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പെട്ടെന്ന് എനിക്ക് വേലയ്ക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇത് ഞാൻ മടിക്കുമ്പോൾ കർത്താവ് അത് എന്നെ കൂടുതലായിട്ട് എന്നെ ആ കാര്യത്തിൽ ഞെരുക്കി. കാരണം ഞെരുക്കെന്ന് പറഞ്ഞാൽ ഈ വഴി അടച്ചിട്ട് എനിക്ക് ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്കായി. ഈ കടം മാറിയിട്ട് കർത്താവിന് വേലയ്ക്ക് ഇറങ്ങണമെന്നൊരു ആഗ്രഹം ഹൃദയത്തിൽ ശക്തമായിട്ട് വന്നു. അപ്പൊ ഞാൻ ഈ മെഡിക്കൽ റെപ്പായിട്ട് ഞാൻ ജോലി ചെയ്യുമ്പോൾ തന്നെ എന്റെ ഭാര്യ വീട്ടിൽ ഈ കോഴിയെ വളർത്താനും തുടങ്ങി. ഇത് രണ്ടും കൂടെ എത്രയും വേഗം കടം വരണം, വേറെ കാര്യങ്ങളൊന്നും അന്നും ആഗ്രഹമില്ല. അങ്ങനെ ദൈവം ആ തൊഴിലിനെ വളരെ അങ്ങ് അനുഗ്രഹിച്ചു തന്നു, വളരെ വളർത്തി. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ഈ കടമെല്ലാം വീടാൻ ദൈവം സഹായിച്ചു. കടം വീടി കഴിഞ്ഞപ്പോൾ ഇനി പൂർണ്ണമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങണമെന്നുള്ളതാണ്. അപ്പൊ കടം വീടിയെല്ലാം കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കോഴിയെ വളർത്താം. കടമെല്ലാം വീടിയല്ലേ, ഇനി നമുക്കും എന്തെങ്കിലും ഇച്ചിരി പൈസ വേണ്ടേ? നമ്മളതിൽ ഒന്നും ഇല്ലല്ലോ. നമ്മള് എവിടെയെങ്കിലും വേലയ്ക്ക് പോവുകയാണെങ്കിൽ ഒരു പ്ലേറ്റോ, നല്ല പ്ലേറ്റ് വീട്ടിൽ കഴിക്കാനില്ല, നല്ല ഒരു പാത്രം വീട്ടിലില്ല, ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ഈ മെഡിക്കൽ റെപ്പാർട്ടൊക്കെ പറയുമ്പോൾ അന്ന് സെയിൽസ് റെപ്പ് എന്നൊക്കെ പറയുമ്പോഴും അന്നും മറ്റുള്ള റെപ്രസെന്റന്റുമാർ പോകുന്ന പോലെ മാന്യമായ വസ്ത്രധാരണമൊന്നും എനിക്കില്ല. എന്നാൽ ദൈവം എല്ലാവരെക്കാൾ കൂടുതൽ എന്നെ മാനിച്ചിട്ടുണ്ട്. എന്റെ മേൽ ദൈവം ഒരു കൃപ തന്നുകൊണ്ട് മറ്റേ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വരുന്നവരെക്കാൾ കൂടുതൽ വർക്കുകൾ എനിക്ക് ചെയ്യാൻ ദൈവം അന്നും കൃപ തന്നിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരത്തിയുടെ നിർബന്ധത്തിന് ഞാൻ പറഞ്ഞു, ഇനി വളർത്തണ്ട, നമ്മൾ കർത്താവിനോട് പറഞ്ഞ് ഡിമാൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെ പുള്ളിക്കാരത്തി പറഞ്ഞു, എല്ലാം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വളർത്താം, ഞാൻ നോക്കിക്കോളാം, അച്ഛൻ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കം പറഞ്ഞാല് ഒരു പ്രാവശ്യം കൊണ്ട് വളർത്തി. ആ ഒറ്റ കോഴിയും ഞങ്ങൾക്ക് കിട്ടിയില്ല. അത് മുഴുവൻ 2 മാസമായിട്ടും 400 ഗ്രാം 450 ഗ്രാമാണ് നിൽക്കുകയാണ്. ഇതൊന്ന് ചത്ത് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചു. കാരണം ചാകുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടെത്തിച്ച് അത് ദൈവം കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചതാണ്. കാരണം ഈ എന്റെ കൈ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് എന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാൻ, അതായത് വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാനിതെല്ലാം ഉണ്ടാക്കിയതാണ്, അല്ലെ എന്റെ കൈകളെല്ലാം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് പറയാൻ ദൈവം സമ്മതിച്ചില്ല. കാരണം കർത്താവ് പറഞ്ഞില്ല, എന്റെ മഹത്വം ഞാൻ മനുഷ്യന് കൊടുക്കത്തില്ല.
അതുകൊണ്ട് മഹത്വം കർത്താവിന് ഇട്ടുണ്ട്. കർത്താവ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെയും ഞങ്ങളെ നല്ല പിടിപ്പിച്ചു. അപ്പൊ ദൈവവേലയ്ക്ക് ഇറങ്ങണമെന്ന് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്ന വിഷയം, ആരും പ്രവർത്തിക്കാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കണം. ആമീൻ. വേറൊരു സഭയുടെ ശുശ്രൂഷകളാകണ്ട. അപ്പൊ അതിന് മുമ്പ് മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇനി ബൈബിൾ കോളേജ് പഠിച്ചിട്ടില്ല, ഇപ്പോഴും ബൈബിൾ കോളേജ് പഠിച്ചിട്ടില്ല. ഞാൻ ഒരു വിദ്യാർത്ഥി തന്നെയാണ്. അതിന് കാരണം കർത്താവ് എന്നോട് ബൈബിൾ കോളേജ് പഠിക്കുന്നതും തെറ്റല്ല, എന്റെ മകൻ ബൈബിൾ കോളേജ് പഠിച്ചാണ്. അപ്പൊ എനിക്ക് ബൈബിൾ കോളേജ് പഠിക്കാൻ എന്നോടുള്ള വിളിയിൽ കർത്താവിന് എന്നോടൊരു നിയോഗം ഉണ്ടായിരുന്നു. അങ്ങനെ ബൈബിൾ കോളേജ് പഠിക്കാതെ, അതും ഒരു ദൈവാത്മാവിന്റെ നിയോഗമാണ്. ഞാൻ കഴിഞ്ഞ വർഷത്തെ സാക്ഷ്യത്തിൽ ഓർപ്പിച്ചിരുന്നു. ഒരു പാവപ്പെട്ട ദൈവവാസി ഒരു വീട്ടിൽ ഇരിക്കുമ്പോൾ, ഞങ്ങൾ ഒത്തിരി പാസ്റ്റേഴ്സ് ഇരിക്കുമ്പോൾ എന്റെ മനസ്സിനകത്ത് ഇങ്ങനെ മണക്കാല ബൈബിൾ കോളേജ് പഠിക്കണം, പായ്പാട് ബൈബിൾ കോളേജ് പഠിക്കണം ഇങ്ങനെ ചിന്ത അകത്ത് കിടക്കുമ്പോൾ ആ ദൈവദാസി ചോദിക്കാം, മകനെ നീ ഏത് ബൈബിൾ കോളേജിൽ പഠിച്ച് എങ്ങനെ ശുശ്രൂഷ ചെയ്യുമെന്ന് വിചാരിച്ചോണ്ട് എന്റെ മുമ്പാകെ ഇരിക്കുന്നു. ഒരു ബൈബിൾ കോളേജിലും പഠിച്ചല്ല നിന്നെ കൊണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞ ഒരു ശബ്ദം അതും ഇന്നും മുഴങ്ങി കേൾക്കുന്നുണ്ട്. അവർക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് അവരെ അറിയത്തില്ല. ആ കൂട്ടുന്നതിനകത്തും എന്റെ ഹൃദയത്തെ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആത്മാവ് എന്നെ അവിടെ ഉറപ്പിച്ചു. അങ്ങനെ ആ ബൈബിൾ കോളേജ് പഠനം എന്നുള്ള കാര്യത്തിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ അങ്ങനെ ഈ തീരദേശം, അതായത് എറണാകുളം ജില്ലയിൽ കൊച്ചി തീരദേശം, ചെല്ലാനം എന്ന് പറയും, കടൽ തീരമാണ്, ഈ പ്രദേശത്തേക്ക് കടന്നു വരാനിടയായി. ഈ പ്രദേശത്ത് കടന്നു വരാൻ കാരണമുണ്ട്. എന്റെ സഹോദരിയുടെ ഭർത്താവ് ഈ ചെല്ലാനം ഭാഗത്ത് ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ശുശ്രൂഷ അയക്കുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഞാൻ ഇവിടെ വന്നപ്പോൾ 2-3 സെന്റുകൾക്കകത്ത് ഓരോ വീടുകളാണ്. എല്ലാം ചെറിയ ചെറിയ കൊച്ചു കുള്ളികളാണ്, മുഴുവൻ മത്സ്യത്തൊഴിലാളികളാണ്. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് ഇവിടെ കാണാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് ആകർഷിച്ചു. കാരണം എല്ലാം പാവപ്പെട്ട ആളുകൾ, കഠിനാധ്വാനം ചെയ്യുന്നവര്, അവര് വഞ്ചിയില് പണിയെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ആ വേഷത്തിൽ വരുന്ന പണി കഴിഞ്ഞുള്ള വരവും അതുപോലെ തന്നെ അവരുടെ ആ സംസ്കാരവും എന്റെ ഹൃദയത്തിലേക്ക് ഭയങ്കരമായിട്ടാണ് അടുത്ത്. സ്വതന്ത്രം സാധാരണ ആളുകള് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നില്ല. കാരണം മറ്റൊരാളുടെ നോക്കുമ്പോൾ എല്ലാം നല്ല സെറ്റപ്പാന്ന് തോന്നുന്നു. എനിക്ക് നേരെ തിരിച്ചായിരുന്നു. എനിക്ക് ഈ പാവപ്പെട്ട ദൈവങ്ങളെ കാണുമ്പോൾ എന്റെ മനസ്സിൽ തോന്നി, എന്തെങ്കിലും ദൈവവേല ചെയ്യുമ്പോൾ ഇവിടെ വേണമെന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹം എനിക്ക് തോന്നി. കാരണം അവരിൽ ഒരുവനാകണം, അവരിൽ ഒരുവനെ പോലെ എനിക്കും ആകണം എന്നുള്ള നിലയിൽ അങ്ങനെ ദൈവം ഒരു ദർശനം തന്ന് അങ്ങനെ ഞാൻ ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഒരു തോൾ സഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു മുണ്ടും ഒക്കെ എടുത്ത് ഷർട്ടൊക്കെ ഇട്ട് ഞാൻ ഈ പ്രദേശത്തേക്ക് കർത്താവിന്റെ വേലയ്ക്ക് ആദ്യം ഒരു സ്ഥലം നോക്കാൻ വേണ്ടി വരികയാണ്. ഞാൻ ആ സ്ഥലം നോക്കാൻ വരുമ്പോൾ എനിക്കിവിടെ ആരും പരിചയമില്ല. എന്നാൽ എന്റെ അളിയൻ പറഞ്ഞ ഒരു വീടുണ്ട്, ആ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രവാദി ആയിരുന്ന ഒരു ആൽബിച്ചേട്ടനുണ്ട്. അദ്ദേഹത്തിന്റെ മീൻ വണ്ടി വട്ടത്തിൽ വെക്കുന്ന ആ സൈക്കിളിന്റെ പുറകില് അദ്ദേഹം എന്നെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ റോഡിൽ കൂടെ പോവുകയാണ്. അങ്ങനെ ഒരു കടമുറി കിട്ടി, അതായത് ഒരു മെടപ്പറകൾ വെക്കുന്ന ഒരു കടമുറി കിട്ടി. ആ മുറി 150 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തു. അങ്ങനെ ആണ് എടുത്ത ആഴ്ചയിൽ തന്നെ, പിറ്റേ ആഴ്ചയിൽ തന്നെ ഞാൻ അവിടെ മറവക്കാട് ദൈവസഭ പ്രാർത്ഥനാ കാലം എഴുതി വെച്ചു. അപ്പൊ നാട്ടുകാർക്കെല്ലാം ഒരു അത്ഭുതം, കാരണം ഇവിടെ പെന്തുക്കോസുകാരില്ലാത്തൊരു കാലമല്ലേ ഇതെന്താണെന്ന്. പിറ്റേ ആഴ്ച മുതൽ വെള്ളി, ശനി, ഞായർ റാന്നിയിൽ നിന്ന് ഇവിടെ വന്ന് എന്നോടൊപ്പം ചില സഹോദരന്മാരുണ്ടായിരുന്നു, പ്രിയ സുരീശ്വർ, പ്രിയ മോൻചൻ, അവരൊക്കെ എന്നോടൊപ്പം വന്ന് ഇവിടെ നിന്ന് പ്രവർത്തിച്ചു. അങ്ങനെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. 1.5 വർഷം വരെയും ഒരു വിശ്വാസികൾ പോലും വന്നില്ല. അന്നും ഇന്നും എന്റെ ഒരു ദൃഢമായ ഒരു തീരുമാനം, 33ാമത്തെ വർഷമാണ്, ഒരു സഭയിലെ ഒരു ആത്മാക്കളെ ഞാൻ എടുക്കത്തില്ല. ഒരു ദൈവദാസന്മാരുടെയും കണ്ണുനീര് എന്റെ കുടുംബത്തിലും എന്റെ തലമുറയ്ക്ക് വീഴാൻ പാടില്ല. ദൈവം എനിക്ക് തരുന്ന ആത്മാക്കൾ, അതിന്റെ കണക്ക് എന്നോട് ദൈവം ചോദിക്കത്തുള്ളല്ലോ. അപ്പം ഈ 1.5 വർഷം ഒരുപാട് പേര് ഇവിടെ ചേരാൻ വന്നു, മറ്റു സഭകളിൽ നിന്നൊക്കെ. ഒരാളെ പോലും ജീവിതത്തിൽ വിളിച്ചിട്ടില്ല, ഒരു മീറ്റിംഗിന് പോലും പറയാൻ ഞാൻ വിളിച്ചിട്ടില്ല, അതൊന്നും വിളിക്കാറില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ 1.5 വർഷം വരെ ഒരു ആത്മാക്കളെ പോലും കിട്ടാതിരിക്കുമ്പോഴാണ് എന്റെ ആത്മീയഗുരുവായ നിത്യവിശ്രമിക്കുന്ന പാസ്റ്റർ പി സി എബ്രഹാം അദ്ദേഹം എന്നെ വിളിച്ചു, മോനെ അവിടെ വേല ഉണ്ടാകുന്ന സാധ്യത കുറവാണ്, നീ ഒരു കാര്യം തിരിച്ച് നാട്ടിൽ പോയി എനിക്ക് നല്ല സഭ ഇവിടെ തരാമെന്ന് പറഞ്ഞു. അതെന്നെ വളരെ വേദനിപ്പിച്ചു. ഇത്രയും ജനം തിങ്ങിപ്പാർക്കുന്ന പാവപ്പെട്ട ജനത്തിനിടയിൽ ഒരു വേലയില്ലെങ്കിൽ പിന്നെ എവിടെ പോയി വേല എടുക്കാനാണ്? അപ്പോൾ അതെനിക്ക് കൂടുതൽ വെല്ലുവിളിയായിട്ട് വന്നു. ഞാൻ ദൈവസ്ഥലിൽ ചോളം മാത്രം കൂടി 7 ദിവസം ഉപസിച്ചു. ആദ്യ ഫലമായിട്ട് ദൈവം തരുന്നത് പള്ളിയുടെ കപ്പ്യാരെയാണ്. അതായത് പള്ളിയുടെ കപ്പ്യാരെന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രാർത്ഥന ഗ്രൂപ്പിൽ എഴുതും, അങ്ങനെ എല്ലാ നിലയിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ എനിക്ക് ദൈവം ആദ്യ ഫലമായിട്ട് തന്നു. എന്നെ ദൈവം ശക്തമായിട്ട് ഉറപ്പിച്ചു, കർത്താവ് എന്നെ ഇവിടെ അയച്ചു വന്നു. അങ്ങനെ ആ വ്യക്തി അന്ന് ഈ തീരദേശത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ മറിയഭക്തി വളരെ കൂടുതലാണ്. പിന്നെ പുണ്യവാളന്മാരാണ്. യേശുക്രിസ്തുവിനൊക്കെ അതെല്ലാം കഴിഞ്ഞുള്ള സ്ഥാനമേ ഉള്ളൂ. 1ാം സ്ഥാനം എല്ലാം യേശുവിൽ 1ാം സ്ഥാനം ഇല്ല. മുഴുവൻ പുണ്യവാളന്മാരും മധ്യസ്ഥന്മാരും അങ്ങനെയുള്ള തീരദേശമാണ്. എനിക്ക് തോന്നുന്നു ഒരു 85-90% കത്തോലിക്കൻ മാത്രമുള്ള സ്ഥലമാണ്. 10% ഉള്ളൂ ഹൈന്ദവ സഹോദരന്മാരുള്ളത്. അപ്പം ഭയങ്കര എതിർപ്പുകളാണ്. ഒരു വീട്ടിൽ കയറാൻ, ഒരു ഒറ്റ വീട്ടിൽ നമ്മളെ കയറ്റത്തില്ല. കയറി അവന് അമ്മയില്ലാത്തവരെന്ന് പറയുമ്പോൾ ഓടിക്കുക. കൊച്ചു പിള്ളേർ വരെ അസഭ്യങ്ങൾ പറയും. കൊച്ചു പിള്ളേർ വരെ നമ്മൾ നോക്കി പച്ചക്കങ്ങ് അസഭ്യ വാക്കുകൾ പറയുക. അന്ന് ഇന്ന് ഞാൻ അതിനെല്ലാം പുഞ്ചിരിയോടെ കാണാറുണ്ട്. കാരണം ഇന്നലെ നമ്മളെ പോൾവാസം പാസ് ഇവിടെ ശുശ്രൂഷിച്ചപ്പോൾ പറയുന്ന ഒരു വാക്ക് എനിക്ക് വളരെ സന്തോഷമുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഒരാൾ ചീത്ത വിളിക്കാൻ നിന്നാൽ നമ്മളൊന്നും മറുപടി പറയരുത്.
ഒരു ചീത്തയ്ക്കകത്ത് ഒരു 5-6 വാക്കുകൾ ചീത്തയായിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: 5-6 ചീത്തകൾ അവൻ എത്ര പറഞ്ഞാലും അതിൽ കൂടെ അവന് ചീത്ത പറയാൻ കിട്ടത്തില്ല. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ചീത്ത പറഞ്ഞു കഴിയുമ്പോൾ അവൻ നിൽക്കും എന്ന് അദ്ദേഹം പറയുന്ന വാക്ക് എനിക്ക് വളരെ രസകരമായി തോന്നി. എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇതിനെല്ലാം വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ തന്നെ നിന്ന് കേൾക്കുന്ന അനുഭവങ്ങളുണ്ട്. വളരെ എതിർപ്പുകളുണ്ട്. ആന്മയ്ക്കൊക്കെ വലിച്ച് റോട്ടിലേക്ക് എറിയാൻ പിടിച്ച് സംഭവങ്ങളുടെ പിടിച്ച് തള്ളി ഉന്തിയൊക്കെ ചെയ്ത വിഷയങ്ങൾ. അന്നും ഇന്നും എനിക്കൊരു ഭയവുമില്ല. കാരണം ഈ ദൈവമാണ് വിളിച്ചെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അതതിന്റെ കാരണം. ഈ ദൈവം വിളിച്ചെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനു ഭയപ്പെടാൻ? അപ്പോൾ നല്ല ഉറപ്പും ധൈര്യവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഏത് കോട്ടയ്ക്കകത്തും ഏത് പിന്നെ നമ്മളെ മടയാന്ന് പറഞ്ഞാലും കൊള്ളാം, അവിടെ എല്ലാം ഞാൻ ലജ്ജ കൂടാതെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. അതെന്റെ ജീവിതത്തിൽ ദൈവം തന്നാലും ഒരു ഉറപ്പും ധൈര്യമാണ്. ഞാൻ പറഞ്ഞത്, എനിക്ക് ബൈബിൾ കോളേജിൽ പഠിച്ച ഞാനും ഇല്ലെങ്കിലും ആരുടെയും മുമ്പിൽ ഇതുവരെ ആൻസർ പറയാൻ മുട്ടുവന്നിട്ടില്ല. കാരണം ദൈവം ആ സമയത്ത് എനിക്ക് എന്റെ നാവുമ്പോൾ എനിക്ക് തരും. അത് ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പള്ളിയുടെ മുറ്റത്ത് കുറെ ആളുകൾ എന്നെ വിളിച്ചു, വർത്താനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അച്ഛൻ കുറെ കാര്യങ്ങൾ സംശയം ചോദിക്കാനാണെന്ന് പറഞ്ഞു. അപ്പൊ അത് അവരെ മനഃപൂർവ്വമായിട്ട് എന്നെ കൊടുക്കാൻ വേണ്ടിയാണെന്നുള്ള ബോധം എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നാ ഇങ്ങോട്ട് വിളിക്കും, ഞാൻ ഇവിടെ നിൽക്കാം, നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അവര് ഒഴിഞ്ഞു പോയി. ചുരുക്കം പറഞ്ഞാൽ അവിടെയൊക്കെ ദൈവം ഓരോ ഭാഗങ്ങളിലും ദൈവം എന്നെ രക്ഷിച്ച സംഭവമുണ്ട്. ഒരിക്കൽ ഞാനൊരു പരസ്യവും നടക്കുന്ന സമയത്ത് ശക്തമായിട്ട് ഞാൻ പ്രസംഗിക്കുകയാണ്. എനിക്ക് മൈക്കൊന്നും വേണമെന്നില്ല, എനിക്ക് ആളിനെ കണ്ടു കഴിഞ്ഞാൽ മൈക്കൊന്നും വേണമെന്നില്ല. അന്നേരത്തെ സാഹചര്യം എങ്ങനെയാണ്? കടയിൽ പോകുമ്പോഴാണ് ആളിനെ കട അവിടെ നിന്ന് പ്രസംഗിക്കും, അല്ല ഇന്നിപ്പോൾ പ്രസംഗിക്കണമെന്നൊന്നുമില്ല. ആളിനെ കണ്ടു കഴിഞ്ഞാൽ പ്രസംഗിക്കുക എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാല് അവിടെ ഒരു പ്രസംഗം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജാനുബാബുവായിരുന്നു വലിയ മനുഷ്യൻ ഇങ്ങോട്ട് വന്നു. നീ ഇവിടെ പ്രസംഗിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കാര്യം കൊണ്ട് അല്ല കണ്ടാൽ തന്നെ ഭയന്നു. ഞാൻ എന്റെ 10-50 കിലോ വെയിറ്റ് എനിക്കുള്ളൂ, തീരെ 33 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഞാൻ പറഞ്ഞു, ചേട്ടാ തീർച്ചയായിട്ടും പ്രസംഗിക്കും, നീ പ്രസംഗിച്ചാൽ നിന്നെ ഞാൻ അടിക്കും. ഞാൻ പറഞ്ഞു, ചേട്ടാ അത് കുഴപ്പമൊന്നുമില്ല, നിന്നെ ഇവിടെ വിട്ടേക്കാന്ന് പറഞ്ഞു. അതും എനിക്ക് പേടിയില്ല. ഞാൻ പറഞ്ഞു, ചേട്ടന്റെ കൈ കൊണ്ട് മരിക്കാൻ ദൈവം നിശ്ചയിച്ചെങ്കിൽ അങ്ങനെ ചേട്ടന്റെ കൈ കൊണ്ട് ഞാൻ എവിടെ പോയാലും മരിക്കാൻ പറ്റും, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആള് കൂടിക്കഴിഞ്ഞിട്ട് വന്ന് കൂടിയ ജനം തമ്മിൽ 2 പക്ഷമായി. അടിക്കാൻ പാടില്ലെന്നായി, ഒരാൾക്ക് അടിക്കണമെന്നായി. ഇവര് തമ്മിൽ പക്ഷം തിരിഞ്ഞപ്പോൾ ആ നാട്ടിലെ ഒരു നല്ല മനുഷ്യൻ വന്ന് അതിനിടയിൽ കൂടെ എന്നെ വിളിച്ചുണ്ടെന്ന് അങ്ങ് മാറ്റിയത്. അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ ഈ ദേശത്തെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും പുറകോട്ട് പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നല്ല ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ. ചുരുക്കം പറഞ്ഞാല് അങ്ങനെയാണ് ഇവിടുത്തെ വേലയുടെ ആരംഭം. അപ്പൊ ഈ ആദ്യമായിട്ട് ഈ ഒരു സവർണ കിട്ടുമെന്ന് പറയുന്നത്, ഞാൻ പള്ളിയുടെ മെയിൻ ആളാണ്. പള്ളിയുടെ മെയിൻ ആളാണെങ്കിൽ ദേശത്തെ ഒരു റൗഡിയായിരുന്നു പുള്ളി. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ പേടി. അത് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി നടന്ന ഒരാളാണ്. അപ്പൊ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി നടന്ന ഒരാള് ഒരു ദിവസം എന്റെ ആ കൊച്ചു ഷെഡിനകത്ത് കയറി വന്നപ്പോൾ ഞാൻ എന്നെ ഉപദ്രവിക്കാൻ എപ്പോൾ അച്ഛൻ്റെ കൂടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. വന്നു, ഞാൻ ചില വചനം പറഞ്ഞപ്പോൾ പുള്ളി അവിടെ മുട്ടുകുത്തി എന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ അദ്ദേഹത്തിന് തലയെ കൈവച്ചപ്പോൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററിന്റെ വീട്ടിൽ വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം. ഞാൻ വലിയ സന്തോഷം, എനിക്ക് ആദ്യമായിട്ട് ആത്മാവിനെ കിട്ടിയല്ലേ, വരാം. ഞാൻ അവിടെ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു. അതാണ് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇവിടെ പ്രത്യേകിച്ച് ഈ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് സുവിശേഷം പഠിച്ചത്. ഇവിടെ പുരുഷന്മാർ മിക്ക സഭകൾ നോക്കിയാൽ സ്ത്രീകളാണ് വരാൻ താമസം. പുരുഷന്മാര് പിന്നെയും പെട്ടെന്ന് വരും. ഇവിടെ ഈ സ്ത്രീകൾ ഈ സുവിശേഷത്തോട് അത്ര, കാരണം അവർ ഈ അമ്മഭക്തിയുമായിട്ട് പഠിച്ചു വെച്ചേക്കുന്നത് വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഞാൻ അവിടോട്ട് വലിയ അടുത്ത് ചെല്ലുകയാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ സഹോദരന്റെ ഭാര്യ കലികൊള്ളിയിരിക്കുകയാണ്. ഒരു 3-4 വാക്കുകൾ അവരുടെ ഭാഷയിൽ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, നിനക്കൊക്കെ നാണമില്ലടാ ഇവിടെ വരാൻ, നിന്റെയൊക്കെ മോന്ത കണ്ടില്ലേ, കരിക്കിന് മോന്ത പോലെ ഇതിയൊക്കെ മോന്ത ഇരിക്കുന്നത്, നടക്കുകയാണ് കുടുംബം കലക്കാൻ നടക്കുകയാണെന്ന് പറഞ്ഞു ഭയങ്കര കൊടുത്തത്. ഞാൻ അവിടെ പുഞ്ചിരിച്ചോണ്ട് വന്നു. അപ്പൊ എന്റെ ഈ സഹോദരൻ ഞാൻ പറഞ്ഞൊരു റൗഡിയായിരുന്നു. പുള്ളി അന്നേരം തന്നെ വേണേൽ തല്ലിക്കൊല്ലും, ആ സൈസാണ് പുള്ളി. ഞാൻ പറഞ്ഞു, ഓരോ ദൈവം ചെയ്ത് ഒരു ഒഴുക്കുണ്ടാക്കരുത്, ആ സഹോദരിയൊക്കെ നാളെ സാക്ഷ്യം പറയേണ്ട വ്യക്തികളാണ്, നമുക്ക് വളരെ സേവതകളുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അവർ മൈൻഡ് ചെയ്തിൽ അവർ ഇറങ്ങിപ്പോയി. പിന്നെ ഇതേ പിറ്റേ ദിവസം തന്നെ വിളിച്ചോണ്ട് പോയി. അതിന്റെ 3-4 ദിവസം ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ സഹോദരി വിശ്വാസത്തിലേക്ക് വന്നു. 6 ആങ്ങളമാർക്ക് ഒരു പെങ്ങള. അതിനകത്ത് സംഭവമുണ്ട്. അന്നിരുന്ന അച്ഛൻ, അന്ന് പള്ളിയിരുന്ന ഈ അച്ഛൻ പറഞ്ഞു, മേരി നീ പൊന്നെ ഞങ്ങൾ ഉപേക്ഷിച്ചേക്ക്, നിനക്ക് ഞാൻ ഇവിടെ അടുത്തൊരു തയ്യൽക്കടയുണ്ട്, അവിടെ തയ്യൽ ജോലി അറിയാ, അവിടെ ജോലി മേടിച്ചു തരാം, ഉപേക്ഷിച്ചേക്കാൻ പറഞ്ഞു. എന്റെ പെന്തക്കോസിനോടുള്ള വിരോധം. എന്നാൽ ഈ വിശ്വാസത്തിലേക്ക് പുള്ളിക്കാരന് പെട്ടെന്ന് ചിന്തിച്ചു, എന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ ഒരു പുരോഹിതം പറയണമെങ്കിൽ അത്ര ശരിയായ ഒരു കാര്യമില്ലല്ലോ. അത് പുള്ളിക്കാരത്തെ വളരെ ചിന്തിപ്പിച്ചു. കാരണം എല്ലാവരും യോജിക്കാനല്ലേ ഇത് പിരിഞ്ഞോളാൻ പറഞ്ഞപ്പോൾ. അപ്പൊ ചുരുക്കത്തിൽ ആ സൗകര്യ വിശ്വാസം കൊണ്ട് പിന്നെ അവർ കുടുംബമായിട്ട് കർത്താവിന് വേലയ്ക്ക് വേണ്ടി പോയി. ഞാൻ ഇപ്പോൾ അവരിയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പഴയ ഓർമ്മകളൊക്കെ അവരോട് ഇങ്ങനെ പറയാറുണ്ട്. സ്തോത്രം. അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ പൊന്നൻ എന്നാണ്. ആ കുടുംബം അദ്ദേഹം ഇപ്പം ശ്രമിക്കുന്നു. അങ്ങനെ വേല ചെറിയ ബലപ്പെടാൻ തുടങ്ങി. എന്റെ ശുശ്രൂഷയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാല്
രാവിലെ എഴുന്നേൽക്കുക, ആന്മയ്ക്ക് തോളയിൽ തൂക്കിയിടുക, ഇങ്ങനെ നടന്ന് റോഡിൽ കൂടെ, വീടുകൾ കയറ്റുകയല്ലോ, റോഡിൽ കൂടെ പോയി ഇങ്ങനെ നിൽക്കുന്നിടത്തെല്ലാം നിങ്ങളുടെ യേശു പാപിയെ രക്ഷിക്കുന്നു, രോഗിയെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തുവിന് മാത്രമേ സമാധാനം തരാൻ കഴിയത്തുള്ളൂ, അങ്ങനെയുള്ളതായ സന്ദേശങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോവുക. വൈകിട്ടും ഇങ്ങനെ, കാരണം വൈകിട്ടും ഇഷ്ടംപോലെ ജോലി കഴിഞ്ഞ് കടലിലെ പണി കഴിഞ്ഞിട്ട് ആളുകൾ വരുമ്പോൾ റോഡിലെല്ലാം നിറച്ച ആളായിരിക്കും. ഇവിടെ റോഡിൽ പൊതുവെ ആളായിരിക്കും. എല്ലാവരും ജോലി കഴിഞ്ഞിട്ട് എല്ലാം കൂടെ പുറത്ത് ചായ കുടിക്കാൻ ഇറങ്ങുന്ന ഈ നാടിന്റെ രീതിയിലുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാല് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കല് ഒരു വലിയ കരിസ്മാറ്റിക്കിന്റെ ഒരു വലിയൊരു ആരാധന, പെന്തക്കോസ്ത് സഭകളിൽ ഇല്ലാത്ത ഒരു വലിയൊരു ആരാധന ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു. ഞാനിങ്ങനെ സൈക്കിളിൽ പോകും. ഞാൻ ആ സൈക്കിളിന്റെ സാക്ഷ്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ സാക്ഷ്യങ്ങളാണ്. അപ്പം ഈ ആരാധന കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇതെന്താന്ന് ഒരാളോട് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു, പള്ളിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു കൂട്ടമാണ്. തിരുമേലച്ചൻ നമ്മുടെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഈ പള്ളിക്കെതിരെ നിന്ന് അച്ഛൻ വിഗ്രഹാരാധനക്കെതിരെ പഠിപ്പിച്ച ഒരു കൂട്ടം ഇറങ്ങിയിരിക്കുന്നത്. ഭയങ്കര പാട്ടും പ്രാർത്ഥന. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരാൾ ചോദിച്ചു, ഇവരിങ്ങനെ പെന്തക്കോസ്തിന് ഭയങ്കര എതിരാണ്. ഞാനപ്പോ അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് വഴി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവ് ഈ കൂട്ടത്തെ എനിക്ക് തരണേ കർത്താവ്, ഇവര് ഇത്ര ഭംഗിയായിട്ട് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. അതിനുശേഷം ഞാൻ ഗ്രൂപ്പിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന നടന്നുകൊണ്ട് ഓരോ ദിവസവും ഞാൻ വേണ്ടി പ്രാർത്ഥന തുടങ്ങി. പെട്ടെന്ന് ഞങ്ങൾ കൺവെൻഷൻ ക്രമീകരിച്ചു. ആദ്യത്തെ കൺവെൻഷൻ പ്രസംഗിക്കുന്നത് പാസ്റ്റർ ലാസർ വി മാത്യു അവരുകളാണ്. ടീമായിട്ട് വന്നു. ഞാൻ ഇതൊക്കെ പറയുന്നതിന് കാരണം ഈ കേൾക്കുന്ന സുവിശേഷകർക്ക് ഇത് വളരെ പ്രചോദനം നൽകുമെന്ന് എനിക്കറിയാം. അദ്ദേഹം ഇവിടെ വന്നു, ടീമായിട്ട് വന്നു. അന്ന് സ്റ്റേജില്ല, അല്ലെങ്കിൽ ബാനറില്ല, വാൾ പോസ്റ്റ് ഇല്ല, ഒന്നുമില്ല. സ്കെച്ച് പേന കൊണ്ടാണ് പോസ്റ്റ് എഴുതുന്നത്. സ്കെച്ച് പേന ഒരു മഴ പെയ്താൽ അത് പോകുന്നുള്ള അറിയാമല്ലോ. പക്ഷെങ്കിൽ അങ്ങ് സ്കെച്ച് പേന കൊണ്ട് എഴുതിയാണ് പോസ്റ്റർ അടിച്ച് എല്ലായിടത്തും പരസ്യം ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ ആദ്യമായിട്ട് നീരാജ് നടന്ന കൺവെൻഷൻ ആയതുകൊണ്ട് ഒരുപാട് ജനം ഇവിടെ കടന്നു വന്നു. എല്ലാവരും ടാർപ്പയിലാണ് ഇരിക്കുന്നത്. 4 മുള ഒരു ടാർപ്പ, വെള്ളം പോലും കെട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ക്രമീകരണത്തിൽ ഇദ്ദേഹം രാത്രി കിടന്നുറങ്ങിയത് മടക്കട്ട് കടപ്പുറത്താണ് പാസ്റ്റർ അന്ന് കിടന്നുറങ്ങിയത്. അതൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. കാരണം കിടക്കാൻ വീട്ടിൽ ഞങ്ങൾക്ക് ഒരു മുറിയുള്ളേ ഉള്ളൂ. അപ്പൊ കിടക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹവും ടീമും ഒക്കെ കടപ്പുറത്ത് പാവിരിച്ച് കിടന്നാണ് അന്നത്തെ പ്രവർത്തനം നടന്നത്. അതിലൊരു വലിയ കൂട്ടം ജനം വന്ന് ആ കമ്മീഷൻ അനുഭവപ്പെടുത്താൻ നോക്കി. അദ്ദേഹം തൃത്വം പറഞ്ഞപ്പോൾ തൃത്വത്തിനെതിരെ യേശുനാമം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ ഈ തീരദേശത്തുണ്ട്. അവര് പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനകത്ത് സ്ഥാനത്തെ എതിർക്കുന്നവരാണ്. അവര് പെട്ടെന്ന് ആ കമ്മീഷൻ അലങ്കോലപ്പെടുത്തി. ആ ലാസ്റ്റ് ദിവസം വന്നപ്പോൾ കമ്മീഷൻ അലങ്കോലപ്പെട്ടു. എന്റെ ഹൃദയത്തിൽ ഭയങ്കര വേദന ഉണ്ടായി. കാരണം ഈ കമ്മീഷൻ അലങ്കോലപ്പെട്ടപ്പോൾ ഞാൻ ഇത്ര ആഗ്രഹിച്ച് ചെയ്തല്ലേ. എന്നാൽ ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഒരു 900 ചില്ലാൻ്റെ എനിക്ക് ബാക്കി ഉണ്ടായിരുന്നു. 93-ലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഈ 900 ചില്ലാൻ്റെ ബാക്കി വന്നപ്പോൾ ഞാൻ വിളിച്ചു, ഉടനെ വീണ്ടും ഒരു കൺവെൻഷൻ വെക്കണം. അങ്ങനെ പാസ്റ്റർ എം ജോൺസൺ എന്ന് പറയുന്നത് അദ്ദേഹം ചെങ്ങന്നൂരുണ്ടായിരുന്ന അദ്ദേഹത്തെ വിളിച്ചിട്ട് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് 3 ദിവസത്തെ കൺവെൻഷൻ വെച്ചു. അതിൽ കൂടിയാണ്ട് 30-ലധികം പേർ ഒറ്റയായിരുന്നു. ആ കരിസ്മാറ്റിക് കൂട്ടം മൊത്തം കൂടെ സഭയിലേക്ക് വന്നു. അങ്ങനെ സഭയുടെ ഒരു വലിയ വളർച്ചയുടെ സമയമായിട്ട് ഇവിടുത്തെ സ്ഥാന ശുശ്രൂഷയൊക്കെ വളരെ രസകരമാണ്. കായലുകളിലാണ് ഞങ്ങളുടെ സ്ഥാനപ്പെടുത്തിയത്. വളരെ ദൂരം വലിയ റാലിയായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങള്, സഹോദരന്മാര് റാന്നി എന്നൊക്കെ ഒത്തിരി ദൈവ മക്കൾ വരും. എന്റെ വീട് റാന്നി ആയതുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനം വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ എല്ലാം ദൈവമക്കൾ വരും. ഇങ്ങനെ ലൈനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. ഈ ബൈക്കൊക്കെ കെട്ടി പാട്ട് പാടിക്കൊണ്ട് പോകുമ്പോൾ ദേശം മൊത്തം ആളുകൾ കൂടി ഇറങ്ങിയിരിക്കുന്നത് എന്താണ് വലിയ വിചിത്രമായത്. ഈ സ്ഥാനം അവിടെ ചെല്ലുമ്പോൾ ആ കായലിന് തീർത്ത ഒരു പരസ്യവും അതിന് മുമ്പ് തുടങ്ങി കഴിഞ്ഞിരിക്കും. അപ്പൊ അവിടെ പരസ്യം നടക്കുമ്പോൾ ഇവിടുന്ന് ഞങ്ങൾ അവിടെ ചെല്ലും. ചുരുക്കം പറഞ്ഞാൽ കായലിന്റെ ഭാഗം മൊത്തം ജനം നിറഞ്ഞു നിൽക്കും. അങ്ങനെയാണ് ആ സ്നാനസ ഇവിടെ നടന്നിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞാല് ആ പ്രവർത്തനം ദൈവം കൊണ്ട് വളർത്താൻ തുടങ്ങി. ആത്മാക്കൾ കൂട്ടമായിട്ട് വിടിയിക്കപ്പെടാൻ തുടങ്ങി. ആ വലിയ വലിയ ദൈവപ്രവൃത്തികൾ ദൈവം ചെയ്യുവാൻ തുടങ്ങി. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. എന്റെ ഭാര്യയുടെ പേര് സോമി എന്നാണ്. മോള് ഉണ്ട് ബ്ലെസ്സി, ഇവിടെ ഭർത്താവ് ലാലു, 2 കുഞ്ഞുങ്ങളുണ്ട്. മോന്റെ പേര് ബ്ലസൻ, അവൻ എന്നോടൊപ്പം ശുശ്രൂഷയിലുണ്ട്. ഭാര്യ റോഷ്നി, 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത കുഞ്ഞ് കഴിഞ്ഞ ദിവസം ദൈവത്തിൽ ചേർക്കപ്പെട്ടത്. ഞാൻ ഒടുവിലേക്ക് ആ വിഷയങ്ങൾ, കുഞ്ഞിന്റെ മരണത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ ഞാൻ ഒടുവിലേക്ക് പറയാം. അങ്ങനെ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് 2-5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ ഈ നാട്ടിൽ വേലയ്ക്ക് വരുന്നത്. വാസ്തവത്തിൽ ഒരു സപ്പോർട്ടും ഇല്ല. ഞാൻ ഇന്ന് രാവിലെ വരുന്ന ചിന്തിക്കുകയായിരുന്നു, ഞാൻ ഈ 92-93 ഇവിടെ വരുമ്പോൾ വാസ്തവത്തിൽ ഞാൻ ചിന്തിച്ചത്, ഞാൻ എങ്ങനെ ഇവിടെ വന്നത് എനിക്ക് ഇന്നും അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ എന്റെ ബുദ്ധിയെ പോലെ ദൈവം അഫലമാക്കി. എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നെ കൊണ്ട് ദൈവം ചിന്തിപ്പിച്ചില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി എനിക്ക് ദൈവം മനഃപൂർവ്വം തന്നില്ല. കാരണം ഒന്നും എനിക്കറിയത്തില്ല. ഇവിടെ വന്നാൽ ഈ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരിക്കൽ പോലും. മറ്റുള്ളവരൊക്കെ ചിന്തിച്ചു, പക്ഷെ ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ചിന്തിച്ചില്ലെന്ന് പറയാൻ കാര്യം ദൈവം ചിന്തിപ്പിച്ചില്ല. ഞാൻ ഇവിടേക്ക് വരുന്നു, പിന്നെ കർത്താവിന് വേല ചെയ്യുന്നു. എന്നാൽ
ദൈവം അത്ഭുതകരമായ നിലയിൽ അതിശയകരമായി നടത്തി. അന്ന് എന്റെ ജ്യേഷ്ഠൻ വൈറ്റിലെ സാറിനിരിക്കും. അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, മോനെ നീ അവിടെ പുതിയ പ്രവർത്തനമല്ലേ, നമ്മുടെ KP യോഹന്നാൻ സാർ അന്ന് അദ്ദേഹം നല്ല ആത്മീയ യാത്രയുടെ നല്ല ഇന്ന് ഇപ്പോഴത്തെ പശ്ചാത്തലമല്ല, ആദ്യകാലങ്ങളിൽ ഒരുപാട് ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലമാണ്. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ഒരു മാസം നിനക്കൊരു നിശ്ചിതമായ തുക അദ്ദേഹം ചെയ്യും. കാരണം എന്റെ ജ്യേഷ്ഠന്റെ സഭയില് ഒരു സാറാണ് അന്ന് എറണാകുളം ജില്ലയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഞാൻ ചേട്ടനെ അണ്ണന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ അത് വേണ്ട, കാരണം ഞാൻ 1-ാം തീയതി ഓരും പോസ്റ്റ്മാനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലോ, അപ്പൊ കർത്താവിനെ ഞാൻ നോക്കത്തില്ല. ഇന്നത്തെ ആ വിശ്വാസമാണ്. ഞാൻ പറഞ്ഞു 1-ാം തീയതി ഓരും പോസ്റ്റ്മാനെ നോക്കിക്കൊണ്ടിരിക്കും, അപ്പൊ കർത്താവിനെ ഞാൻ നോക്കത്തില്ല, അവിടെ അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഒത്തിരി ഉപദേശിച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ പറയാൻ കാര്യം അത്ര അതിശയമാണ് ദൈവം നടത്തിയത്. എനിക്ക് ഒരു ദിവസം രാവിലെ ഒരു 350 രൂപയുടെ ആവശ്യം അത്യാവശ്യമായിട്ടുണ്ട്, 350 രൂപ. പക്ഷെ ഒരു മാർഗവുമില്ല, ഒരു വഴിയും കാണുന്നില്ല. ഇതെങ്ങനെ കിട്ടും? ആരോട് ചോദിക്കാനില്ല, കാരണം നമുക്ക് വിശ്വാസികളില്ല ചോദിക്കാൻ, ആരോട് ചോദിക്കാനുമില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മാൻ വീട്ടിൽ വന്നു. ഒരു 200 ഒരു 150 2 മണി ഓർഡറുമായിട്ട് വന്നേക്കാണ്. 200-ലെ 150 2 മണി ഓർഡർ. അത് ഒരു മണി ഓർഡർ ഒരു പാവപ്പെട്ട ദൈവാസന അല്ലൂരും പാപ്പച്ചാന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ദൈവാസനാണ് 200 രൂപ എനിക്ക് അയച്ചത്. വേറൊരു ഞാൻ പറഞ്ഞത്, ഇങ്ങനെ യഥാസമയങ്ങൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് ദൈവം അത്ഭുതമായി വഴികൾ തുറന്നു. അതായത് ഒരു മനുഷ്യമായിട്ട് സപ്പോർട്ട് കിട്ടുവാണെന്ന് ഞാൻ ചിന്തിച്ചില്ല. ആ സപ്പോർട്ട് കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞ് ഒരാളോട് മേടിക്കേണ്ടി വന്നതിന് സ്വർഗത്തിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൃത്യസമയത്താണ്, മാസത്തിൽ ഒരിക്കലല്ല, അത് സമയാസമയങ്ങൾ ദൈവം തരുന്നു എന്നുള്ളതാണ് ദൈവം എന്നെ പഠിപ്പിക്കാൻ ഇടയാക്കിയത്. അങ്ങനെ ഞാൻ ഈ മറുവക്കാട് വന്ന് ഈ കഥാവിന്റെ പേര് ചെയ്തു, കടമുറി എടുത്ത് ഈ പ്രവർത്തനം ഇങ്ങനെ ശക്തിയായി. അതിനുശേഷം ഒരു ആരാധനാലയം പണിയുവാൻ വേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ നമുക്കൊരു സപ്പോർട്ടൊന്നുമില്ല, ഒരു മാർഗവുമില്ല. എന്നെ സ്നേഹിക്കുന്ന തിരുവല്ലയിലുള്ള കടപ്പണ പാപ്പച്ചാൻ അദ്ദേഹം എന്റെ ഇവിടുത്തെ പ്രവർത്തനം കാണാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, സ്ഥലം മേടിക്കാനുള്ള പൈസ ഞാൻ തരാം. ചുരുക്കം പറഞ്ഞാൽ അന്ന് 1 സെന്റ് സ്ഥലത്തിന് 6000 രൂപയുള്ളൂ. അങ്ങനെ 4 സെന്റ് സ്ഥലം മേടിച്ചു, 24,000 രൂപയ്ക്ക് ആ സ്ഥലം മേടിച്ച് അങ്ങനെ ഹോള് പണിയാൻ ഒരു മാർഗമൊന്നുമില്ല. ചുരുക്കം വളരെ വേഗം ഞാൻ എന്റെ സാക്ഷ്യങ്ങൾ പറയുകയാണ്. റാന്നിയിൽ പോയി, റാന്നിയിലുള്ള വിശ്വാസികളുടെ വീടുകളിൽ തെങ്ങെല്ലാം വെട്ടിക്കൊണ്ടുവന്നു. ഒരു 18 കൂടി തെങ്ങ് മൊത്തം എടുത്തിട്ട് കട്ടള ജനല്, കതക് ജനല്, അതുപോലെ തന്നെ ജനല്, അതുപോലെ മുഴുവൻ ജനല് മുഴുവൻ തെങ്ങാണ്. അതായത് കട്ടളയായാലും കതകായാലും കഴുക്കോലായാലും എല്ലാം തെങ്ങിന്റെ തന്നെ. തെങ്ങ് കൊണ്ട് ഒരു വീട് പണിഞ്ഞെന്ന് വേണേൽ പറയാം. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അത് നല്ല തേക്കും തടിക്ക് തുല്യമാണ്, കാരണം അത് അത്ര വിലയുള്ള സമയമാണ്. അങ്ങനെ ഒരു 16, 32 ഹോളും ഒരു അടുക്കളയൊക്കെ ആയിട്ട് ഞങ്ങള് ഈ ആരാധന സ്ഥലത്തേക്ക് ഇപ്പോൾ ഞാനിപ്പോ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്, അവിടേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഈ ഹോൾ ദൈവം ആത്മാക്കളെ കൊണ്ട് നിറച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഒരു സഭയിലെ ആത്മാക്കളല്ല, എല്ലാം ദൈവം തന്നിട്ടുള്ള ആത്മാക്കളാണ്. അതിനുശേഷം അത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ പാഴ്സനേജ് പൊളിക്കേണ്ടതായിട്ട് വന്നു. ഞാൻ വാടക വീട്ടിലേക്ക് പോയി. അങ്ങനെ അതും കൂടെ ഹോൾ ആരാധനാലയമാക്കി മാറ്റി. അതിനുശേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ ആള് കൂടുതലായിട്ട് വന്നപ്പോൾ ഹോൾ മൊത്തമായിട്ട് പൊളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാം വിശ്വാസത്തല്ല, ഒരാൾ ഇന്ന് തരാമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഒരിക്കൽ ഒരു ദിവസം സഭയെ ദൈവമക്കളെ നമ്മുടെ ഈ ഹോൾ നിറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു നല്ല ഹോൾ മൊത്തം സ്ഥലത്ത് കൊണ്ട് ഹോൾ പണിയണം. അപ്പോൾ അതിനുള്ള നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. ഞങ്ങളുടെ ദൈവമക്കളെ സംബന്ധിച്ച് വളരെ പാവപ്പെട്ട ദൈവമക്കളാണെങ്കിലും വളരെ കടലിനും പണിക്കും ഒക്കെ പോകുന്ന ദൈവമക്കളാണെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേലയ്ക്ക് അവർക്ക് കൊടുക്കാൻ നല്ല മനസ്സാണ്. അവരുടെ ഏത് കഷ്ടതയിലായാലും അവർക്ക് ചെയ്യുവാൻ വേണ്ടി നല്ല മനസ്സാണ്. അങ്ങനെ ഞാൻ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ഒരു വിശ്വാസിയുടെ വീട്ടിലേക്ക് ഈ ആരാധന, ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്, അവർക്ക് മുറ്റമുണ്ട്, പറമ്പുണ്ട്. അവിടെ ഒരു വലിയ പന്തലൊക്കെ ഞാൻ കിട്ടി, വെള്ളം കെട്ടി, ചർച്ചയെ കയറ്റുവായും കൊണ്ടിട്ടു. ചുരുക്കം പറയാൻ 6 മാസം അവിടെ ആരാധന. 6 മാസം കൊണ്ട് 30 ലക്ഷം രൂപ ഒരു ആരാധനാലയം ഇവിടെ പണി. 30 ലക്ഷം രൂപയായി ഈ ആരാധനാലയം. 60 അടി നീളവും 30 അടി വീതിയൊക്കെ ഉള്ള ഒരു മനോഹരമായ ഒരു ആരാധനാലയം, ഈ തീരദേശത്തെ ഏറ്റവും മാനിക്കപ്പെട്ട നിലയിൽ ആരാധനാലയം പണിയുവാൻ ദൈവം സഹായിച്ചു. AC ചർച്ചാണ് ഇപ്പോൾ ഇത്. അങ്ങനെയുള്ള ക്രമീകരണത്തെ കൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കടമുറിയിൽ, അന്ന് ആ കടമുറിയിൽ ഓരോ പലക വെക്കുമ്പോൾ കടലിലെ വെള്ളം, പടിഞ്ഞാറ് നിന്നുള്ള വെള്ളം, ശക്തമായ കാറ്റ് മഴ, ഈ വെള്ളം ഈ പലയൊക്കെ ഇടയിൽ കൂടെ അടിച്ചു കയറി വരുവാൻ. അത്ര പ്രതികൂലങ്ങളാണ്. ഞാൻ എന്റെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തേക്ക് ഇപ്പോൾ വീണ്ടും കടക്കുന്നില്ല. അങ്ങനെ ഈ ആരാധന നിറഞ്ഞ് ഇപ്പോൾ കൃപയാലയന്റെ ഈ ആലയത്തിന്റെയും ഒരു 90% ആളുകളും ഇവിടെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് വാസ്തവത്തില്. സ്തോത്രം.
ഈ ഏറ്റവും കൂടുതൽ എന്റെ ശുശ്രൂഷയിൽ ഞങ്ങൾ ആ സമയങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞാല് ഉപവാസവും പ്രാർത്ഥനയും. ഞാൻ പറഞ്ഞില്ല, വീടുകളിൽ കയറി പ്രാർത്ഥിക്കാനോ സുവിശേഷം പറയാനോ കഴിയാതെ വരുന്നതുകൊണ്ട് 40 ദിവസം 21 ദിവസം അത് ഇവിടുത്തെ ഒരു സ്ഥിരം ശുശ്രൂഷയായിട്ട് മാറും. എനിക്ക് എന്നെ ഒത്തിരി ദൈവം ബലപ്പെടുത്തി. 40 ദിവസമൊക്കെ ഇരിക്കുമ്പോൾ 40 പാസ്റ്റർമാരാണ് ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുന്നത്. 40 ദിവസം 40 പാസ്റ്റർമാരാണ് ശുശ്രൂഷയ്ക്ക് വരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം 40 ദിവസം ഉപവാസം ഇരുന്നപ്പോണ്ട് 22 പേര് ഒരുമിച്ചാണ് ഇവിടെ സ്ഥാനപ്പെട്ടത്. 33 പേര് ഒരുമിച്ച് അഭിഷേകം പ്രാപിച്ചു. അങ്ങനെ ഭയങ്കര കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ ആ സമയങ്ങളിൽ ഇവിടെ. ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട ഒട്ടുമിക്ക ദൈവദാസന്മാരും ഈ സഭയിൽ ഒന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം ദൈവം അതുപോലെ അഭിഷക്തന്മാരെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നു. പിന്നത്തെ ഇവിടുത്തെ പ്രവർത്തനത്തിന്റെ വിജയം എന്ന് പറഞ്ഞാല് കൺവെൻഷനുകളാണ്. നമുക്കറിയാമല്ലോ, വീടുകളിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിലും കൺവെൻഷൻ നടത്തുന്നു. കൺവെൻഷനൊക്കെ ഭയങ്കര എതിർപ്പുള്ള കാലമാണ്. ഒരുപാട് പ്രാവശ്യങ്ങൾ കൺവെൻഷൻ അനുകൂലപ്പെടുത്താൻ ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അന്നും എന്നും എനിക്ക് കൺവെൻഷനോട് ഭയങ്കര ഒരു ആർത്തിയാണ്. ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് എവിടെ കണ്ടാലും ഞാൻ ആ ഗ്രൗണ്ടിൽ കൺവെൻഷൻ വെച്ചിരിക്കും. എന്റെ കണ്ണ് അവിടെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് കൺവെൻഷൻ നടന്നിരിക്കും. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഒരു ഗ്രൗണ്ട് കണ്ടപ്പോൾ എനിക്ക് അവിടെ കൺവെൻഷൻ നടത്തുന്നു. നോക്കിയപ്പോൾ അത് കത്തോലിക്ക സഭയിൽ പോകുന്ന ഒരു സഹോദരനാണ്. ധൈര്യമായിട്ട് ഞാൻ ചോദിച്ചു, അച്ഛാ എനിക്ക് ഈ ഗ്രൗണ്ട്, അച്ഛൻ പുള്ളിയുടെ മിറ്റമാണ് ഗ്രൗണ്ട്, ഇത് മിറ്റമാണ്. എന്നോട് ചോദിച്ചു, അച്ഛാ ഞാൻ എനിക്ക് ഈ ഗ്രൗണ്ട് തരാമെന്ന്. അദ്ദേഹം പറഞ്ഞു, നടത്തിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മാർസലഞ്ചി മാർസ് അച്ഛനും എം ഇ ചാക്കോ സാറും അന്ന് ഈ കൺവെൻഷന് 3 ദിവസം ഇവിടെ പ്രസംഗിക്കാം. അത് കൂടെ കുടുംബം വിടിയിക്കപ്പെടാൻ തുടങ്ങി. അതിലേക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ പാട്ടുകാരെ വിടാൻ നിവൃത്തിയില്ല. തിരുവനന്തപുരത്തുള്ള എവലിവേഴ്സ് പറഞ്ഞ ടീമാണ് പാടാൻ വന്നിരിക്കുന്നത്. അവരെ വിടാൻ മാർഗമില്ല. അത് ഒരു 15 രൂപ കൊടുത്താൽ 3 ദിവസത്തെ കൺവെൻഷന് സൗണ്ട് സിസ്റ്റം, പാട്ട്, പിന്നെ എല്ലാം കൂടെ കൂടി 15 രൂപ മുടക്കി തിരുവനന്തപുരത്ത് വന്നാൽ പോകും. അങ്ങനെ അവരെ അന്ന് കടം മേടിച്ച് യാത്ര ചെയ്ത് കടം മേടിച്ച് പിറ്റേ ദിവസം തന്നെ കർത്താവ് എല്ലാം ക്രമീകരിച്ചു. അപ്പൊ അന്നും ഇന്നും സുവിശേഷം എത്താത്ത സ്ഥലങ്ങൾ ഗ്രൗണ്ട് നോക്കിയിട്ട് ഞങ്ങൾ കൺവെൻഷൻ നടത്തും. ചെറിയ കൺവെൻഷനായിട്ടും വലിയ കൺവെൻഷനായിട്ടും ധാരാളം എനിക്ക് തോന്നുന്നൊരു എന്റെ ഈ പ്രായത്തിനുള്ള ഒരു 10-60 കൺവെൻഷൻ ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാണ് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വാഹന ക്രമീകരണങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ഈ തീരദേശത്ത് ശരിക്കും പറഞ്ഞാല് ഈ തീരദേശത്തെ സുവിശേഷം വളരെ ശക്തമായിട്ട് അത് നടത്തുവാനായിട്ട് സർവകൃപാലുവായ ദൈവം സഹായിച്ചു. മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞാല് സ്തോത്രം, കൂട്ടമായ സ്ഥാനം നടന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഈ പെന്തക്കോസ്ത് സഭയിൽ തന്നെ നമുക്കെതിരെ വന്നിട്ടുണ്ട്. അതായത് ഒരു പാസ്റ്റർ ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, തുടങ്ങിയ സമയത്ത് ഞാൻ ഈ ബോർഡ് വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ദയവായിട്ട് ഇവിടെ വിട്ടു പോകണം. ഞാൻ പറഞ്ഞു, അതെന്താ? ഇതെല്ലാം ഞങ്ങളുടെ ഏരിയ. ഞാൻ സംഘടനയുടെ പേര് പറയുന്നില്ല, കാരണം നമ്മൾ എല്ലാ സംഘടനയും ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഏരിയയാണ്, അത് ഒന്നുകിൽ ഞങ്ങളുടെ സംഘടനയുടെ പേരിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അത് പ്രേക്ഷകർ ചിന്തിക്കുന്ന പ്രത്യേക ഒരു കാര്യമുണ്ട്. ഒരു സഭ പോലും ആ ഏരിയയിലില്ല. ഒരു സഭ, അതായത് ഒരു 6-8 കിലോമീറ്ററിനകത്ത് ഒരു സഭ പോലും ഇല്ല. എന്നിട്ട് ഒന്ന് പറയാണ് ഞങ്ങളുടെ ഏരിയ. അല്ലാതെ സഭയുടെ ഏരിയ ഒന്ന് തുടങ്ങിയെങ്കിൽ നമുക്ക് പറയാം, അവിടെ ചർച്ച ഉണ്ട്, അതിന്റെ കീഴിൽ ചെന്ന് തുടങ്ങിയാൽ പറയും. ആ ഏരിയയിൽ ഒരു വിശ്വാസമില്ല, സഭകളില്ല. അവിടെ വന്നിട്ട് പറയാം ഇവിടെ വിട്ടുപോകണം, അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയോട് ചെയ്യാം. സ്വതന്ത്രം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതായ എതിർപ്പുകൾ ആത്മീയ ഭാഗത്തുണ്ടായിരുന്നു. എന്നാൽ ആ പറഞ്ഞ വ്യക്തികളൊക്കെ ഇന്ന് ഇല്ല. അവര് പോയിരുന്ന സഭകളൊക്കെ ഇന്ന് വാസ്തവത്തിൽ ഇല്ല. എന്നാൽ ദൈവത്തിന്റെ സഭയെ ശക്തമായിട്ട് വളർത്തി. ദൈവമാണല്ലോ ഇതിന് അടിസ്ഥാനം ഇട്ടത്. ഇത് എന്റെ ബുദ്ധിപ്പെടെ തുടങ്ങിയൊന്നും ഇത് സർവശക്തനായ ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഓരോ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കും. ഞങ്ങൾ ഒരിക്കലും ഇവിടെ 40 ദിവസം ഉപവാസം നടക്കുമ്പോൾ ഭയങ്കര ആരാധന. കാരണം ഇവിടെ അന്ന് വരുന്ന വിശ്വാസമല്ല 30-32 വയസ്സുള്ളതാണ്. ഈ കത്തോലിക്കൽ വരുന്ന വിശ്വാസത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞാലേ അവർ മുഴങ്കാലിലേ ഇരിക്കത്തുള്ളൂ. അല്ല നമ്മളെ ആളുകളൊക്കെ അവിടെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന പോലെ ഭിത്തിയെ ചാരി അല്ലെങ്കിൽ കാലും നീട്ടി ചമ്പരം പറഞ്ഞിട്ടൊന്നും ഇരിക്കുന്നില്ല. അവര് ഇപ്പൊ ഞങ്ങൾ വിചാരിച്ചു 80 വയസ്സുള്ള അച്ഛനുണ്ട്, 82 വയസ്സ്. അച്ഛൻ 82 വയസ്സുള്ള കസേര ഇരിക്കുന്നത് അദ്ദേഹത്തിന് മുഴങ്കാലിൽ തന്നെ ഇരിക്കണം. കാരണം അത് ഇവിടെ ഈ തീരത്തിന്റെ പ്രത്യേകതയാണ് ഈ മുഴങ്കാലുള്ള ആരാധന. സത്യം പറഞ്ഞാൽ ആരാധനയ്ക്കും അതിന്റെ പ്രത്യേകത ഉണ്ട് വാസം. അങ്ങനെ ഭയങ്കര ആരാധന നടക്കുമ്പോൾ ഈ നാട്ടിലുള്ള ഒരു സൗകര്യം വന്നിട്ട് പറഞ്ഞു, ഈ സൗണ്ട് ഒന്ന് കുറയ്ക്കണം. അന്ന് മൈക്കൊന്നുമില്ല, ആ സൗണ്ട് കുറയ്ക്കണം. ഞാൻ പറഞ്ഞു, എന്താ? അത് ഞങ്ങൾക്ക് പ്രാർത്ഥന എത്തിക്കാൻ പറ്റുന്നു. ഒരു 7 മണി സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്രദർ കാര്യം ചെന്ന് കയറിയിട്ട്, അപ്പൊ എന്നെ പുറത്ത് വിളിച്ചോണ്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ബ്രദർ കയറി ചെന്നിട്ട് അത് നിർത്തിക്കോ, എനിക്ക് കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ നാട്ടുകാർ തന്നെയല്ലേ ഇത് മുഴുവൻ ആളുകൾ. മദ്യപിച്ച് ബഹളമുണ്ടാക്കി, നാടിളക്കി, കാടിളക്കി, നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രശ്നം ഉണ്ടാക്കി ആളുകൾ അതിനകത്ത് ഇരിക്കുന്നത്. അവരിന്ന് അതെല്ലാം നിർത്തിയിട്ട് നല്ല നിലവാരത്തിൽ ജീവിച്ച് കർത്താവിനെ ആരാധിക്കുക, കയറി നിർത്തിക്കോളാൻ പറഞ്ഞു. പുള്ളി കുറച്ചേരം നിന്നു, പുള്ളി അങ്ങ് പോയി.
പക്ഷെ പിറ്റേ ദിവസം രാവിലെ പുള്ളി വന്ന് മാപ്പ് പറഞ്ഞു, പക്ഷെ എന്നോട് ക്ഷമിക്കണം, ഞാനതൊന്നും പറയാൻ പാടില്ലാത്തതായിരുന്നു. അപ്പം അത് വേറൊരു സംഭവം ഉണ്ടായി. അദ്ദേഹം വേറൊരാൾ ഞങ്ങളോട് ചേർന്ന വീട്, ആ വീട്ടിലെ അവരുടെ സ്ഥലമാണ് ഞങ്ങൾ വാങ്ങി. ആ അമ്മച്ചി നാട്ടുകാർക്ക് എല്ലാം ഒരു ഭയമാണ് പൊതുവെ. അപ്പൊ ആ അമ്മച്ചിയെ ചെന്ന് ഇടയ്ക്കിട്ട് പറഞ്ഞു, കൊച്ചാമ്മ നിങ്ങളല്ലേ ഈ സ്ഥലം ഇവർക്ക് കൊടുത്തത്, ഇവരുടെ ഈ പ്രാർത്ഥന ഒന്ന് നിർത്താം, നമുക്ക് കുറക്കണം. അമ്മച്ചി എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ചൂടാവും, മോശമായ വാക്കുകൾ പറയും. അപ്പൊ അമ്മച്ചി പറഞ്ഞു, കൂടാ പരിശുദ്ധാരൂപിയോട് കളിക്കുന്നു, എന്റെ സ്ഥലം ഞാൻ കൊടുത്തെങ്കിൽ അവരവിടെ ദൈവത്തെ ആരാധിക്കണം. ഇപ്പോഴും അമ്മച്ചി വിശ്വാസം വന്നിട്ടെങ്കിലും ദൈവം ഓരോരുത്തരെയും എഴുന്നേൽപ്പിക്കുക, ദൈവമാണ് എഴുന്നേൽപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ആ സൗരം ബിരുദ മാപ്പ് പറഞ്ഞു കേട്ടോ. ആ സമയങ്ങളിലുള്ള പുള്ളിക്കുണ്ടായ പ്രയാസങ്ങളാണ്. അങ്ങനെ ആ പ്രവർത്തനങ്ങൾ, ഈ 40 ദിവസം ഉപവാസം, ഇതൊക്കെ ദേശത്ത് ഭയങ്കര ഭീതി വരുന്നു. കാരണം ആത്മാക്കൾ കൂട്ടമായിട്ട് വിടുവിക്കപ്പെടുന്നു. ബൈബിളിൽ വാർത്തകളിൽ യഹോവ അവരുടെ നടുവിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ജാതികൾ പറയുന്നു. അതുപോലെ ആരാധനയ്ക്ക് വേണ്ടി ജനം കടന്നു വരുന്നു. അതും അന്നത്തെ കാലത്തെ വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ 40 ഇരുന്നാൽ അവരും ഫുള്ളൊക്കെ 21 നീക്കുക. ഇവിടുത്തെ ആ സമയങ്ങളിലുള്ള ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ അവര് അഭിഷേകം പ്രാപിച്ചിട്ട് സ്ഥാനപ്പെട്ടവരാ. എന്നാൽ ഈ ഉപവാസം കഴിഞ്ഞാൽ സാധനം നടക്കുന്നെങ്കിൽ നല്ല പല ദൈവമക്കളും അഭിഷേകം പ്രാപിച്ചിട്ട് സ്ഥാനപ്പെട്ടവർ. ആ കടലിൽ പണി എത്ര ഉണ്ടെങ്കിലും കടലിൽ പണിക്ക് പോകുകയില്ല, അവരെല്ലാം വന്ന് ദൈവസ്ഥലത്ത് ഉപവസിക്കുക. അങ്ങനെ ഈ തീരദേശത്ത് ഇനി മറ്റു കാര്യങ്ങൾ ഞാൻ പറയാം. ഞാനിവിടെ വരുമ്പോൾ ഈ തീരദേശത്ത് 4 സഭയുണ്ട്. 70-ലധികം സഭകൾ ഇന്ന് തീരദേശത്ത്. തീരദേശത്ത് 70-ലധികം സഭകൾ ഇന്ന് തീരദേശമാണ്. ഇവിടെ ന്യൂ ഇന്ത്യയുടെ ചർച്ചകൾ കൂടുതലുണ്ട്, പിന്നെ IPC ഉണ്ട്, AG ഉണ്ട്. ഷാരോന്റെ ചർച്ചകളേ ഉള്ളൂ വാസ്തവത്തിൽ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. ബാക്കി മുഴുവൻ മറ്റ് ഡിനോമിനേഷൻപ്പെട്ട സഭകളാണ്. അതുപോലെ തീരദേശ ദൈവം വലിയ ഉണർവ് ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങള് ഒരു 7 ദിവസത്തെ മീറ്റിംഗ് കൂടെ ഒരു ഉണർവ് യോഗമാണ്. പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാരെ വിളിച്ച് ധാരാളം ദൈവദാസന്മാർ വന്ന് മീറ്റിംഗ് ഞായറാഴ്ചയാണ് ഇവിടെ തീർന്നത്. അങ്ങനെ വളരെ ശക്തമായ നിലയിൽ ദൈവം ഞാൻ പറഞ്ഞതേ, ഒരു ദൈവവേലയ്ക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു കർത്താവിന്റെ ദാസി എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അനേക ശ്രേഷ്ഠന്മാരുടെ നടുവിൽ നിന്നെ മാനിക്കാനുണ്ട്. ഞാന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയാം. ഇന്ന് ഈ കൊച്ചിയിൽ പല ഡിനോമിനേഷൻ കൂടുന്ന സഭകളുടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, സ്ഥാനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ദൈവം എന്നെ ഏൽപ്പിച്ചു. അനേക ശ്രേഷ്ഠന്മാരുടെ പന്തിയിൽ നല്ല സ്ഥാനങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുക്കാറുണ്ട്. കാരണം എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞു, നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യം പോസ്റ്റ് പറയാൻ കഴിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ കർത്താവിന് കഴിയും. അങ്ങനെ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം എന്നോണം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, പല കൂട്ടായ്മകളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ നടത്തി. ദൈവം പറഞ്ഞ ആലോചനകളായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് ഈ കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ ചില ആളുകളുടെ ഹൃദയങ്ങൾ, അത് ചിലപ്പോൾ ആരെങ്കിലും കേട്ടാൽ അവരുടെ ഹൃദയം വേദനിക്കാൻ പാടില്ല. കാരണം ദൈവം നടത്തിയ വിധങ്ങൾ പറയുമ്പോൾ മറുഭാഗത്തുമല്ല, ദൈവത്തിന് ചില ന്യായവിധികളൊക്കെ വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇത് അരോമ TV ആരെങ്കിലും കണ്ട് ഒരുപാട് അറിയപ്പെടുന്ന വ്യക്തികൾ കണ്ടാൽ അത് അവരുടെ ഹൃദയം വേദനിക്കാൻ പാടില്ല. ആർക്കും ഒരു ഭാരം ഉണ്ടാകാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് ഭാഗങ്ങളെ വാസ്തവത്തില് അങ്ങ് മാറ്റുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഒരു വീട്ടിലൊരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരുപറ്റം ആളുകൾ വന്നു, ഒരു കോട്ടേജ് മീറ്റിംഗ് നടക്കുകയാണ്. ആദ്യമായിട്ട് ആ ഏരിയയിൽ ഒരു കോട്ടേജ് മീറ്റിംഗ് നടക്കുക. നാടെല്ലാം കൊണ്ട് ഇളകി വന്നു, മുഴുവൻ സൈക്കിളുകളെല്ലാം മറിച്ചിട്ട് മണ്ണ് കുത്തി എറിയാനായിട്ട് മുറിക്കാത്തിട്ട് കയറി വന്നു, ഭയങ്കര ബഹളം ഉണ്ടായി. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ പുഞ്ചിരിയോടെ നിന്നു. അവിടെ പ്രസംഗിക്കാൻ വയ്യാതായി. ഞാൻ പറഞ്ഞ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അവിടെ പാട്ട് പാടി പ്രസംഗം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതായത് അവിടെ ജനം അവിടെ നിൽക്കുകയാണ്. നല്ല പിന്നെയൊക്കെ ആ കുടുംബത്തിന് വന്ന ആ പ്രശ്നം ഉണ്ടാക്കിയവരൊക്കെ വാസ്തവത്തിൽ ഇന്ന് ഭൂമിയിൽ ഇല്ലെന്ന് തന്നെയല്ല, അവരുടെയൊക്കെ അന്ത്യമൊക്കെ വളരെ ദയനീയമായിരുന്നു. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ദൈവം വീതി ഐക്യത്തക്ക നിലയിൽ ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങനെ. ഒരിക്കലും ഞാൻ ഇവിടെ ഈ 40 days ഇരിക്കുമ്പോൾ ഒരച്ഛൻ വന്ന് തൊട്ടടുത്ത് വീട്ടിൽ ചോദിച്ചു, ഇവിടെ എന്താ ഭയങ്കര ബഹളം? അപ്പൊ അവര് പറഞ്ഞു, അവർ കത്തോലിക്കരാണ്. അവര് പറഞ്ഞു, അവര് 40 ദിവസം ഉപവാസമുണ്ട്. അങ്ങനെ ഇരിക്കാൻ പറ്റും, 40 ഒന്നും ഒരിക്കലും ആർക്കും ഇരിക്കാൻ പറ്റില്ല. ഉടനെ ആ വീട്ടുകാർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കറിയാം അവരെ, അവര് 40 ദിവസം ഇരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതൊരു ദൈവകൃപയാണെന്ന് പറയട്ടെ. അദ്ദേഹം പെടുന്നു. ഞാൻ പറഞ്ഞത് നാടിന് ഒരു ഭാരം ഉണ്ടാകത്ത നിലയിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവം ഇവിടെ ചെയ്തു. ഞാൻ മറ്റൊരു വിഷയം കൂടെ പറയാം. ദൈവം എന്റെ മോനെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത കുഞ്ഞ് അവൾ ജനിച്ചൊരു 3 മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരു അസുഖം വന്നു. അവിടെ അസുഖത്തില് ഒരു ഫിറ്റ്സയിലാണ് തുടക്കമെങ്കിലും ആ കുഞ്ഞിന് അത് മാരകമായിട്ട് വന്നിട്ട് 25-30 ലക്ഷം രൂപയോളം ഞങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി ചെലവഴിച്ചു. അവരുടെ പേര് മിറക്കിൾ എന്നാണ്. ആ കുഞ്ഞിന്റെ അസുഖം വന്ന്
ആസ്റ്റർ മെഡിസിറ്റി, അമൃത ഹോസ്പിറ്റൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഈ 3 ഹോസ്പിറ്റലാണ് ആ കുഞ്ഞിന്റെ ചികിത്സ. ഏറ്റവും വിദഗ്ധമായ ചികിത്സകൾ തന്നെ ആ കുഞ്ഞിന് കൊടുത്തു. ചെന്ന സ്ഥലങ്ങളെല്ലാം ഡോക്ടർമാർ പറഞ്ഞത് 2 വയസ്സ് വരെ ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ സാക്ഷ്യത്തെ ഞാൻ ആ കാര്യം പറഞ്ഞു. എന്നാല് 2 വയസ്സ് കഴിഞ്ഞപ്പോൾ അവൾ കുറച്ചുകൂടെ ആരോഗ്യവതിയായി. എന്നാൽ അവൾ നടക്കുന്നില്ലായിരുന്നു, സംസാരിക്കുന്നില്ലായിരുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല. പക്ഷെ അവള് ഞങ്ങളുടെ കുടുംബത്തിന് ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിനും ശുശ്രൂഷയ്ക്കും അവൾ അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ ദിവസവും കർത്താവിന് അവളെ ചേർക്കാനായിട്ട് പ്രസാദം തോന്നി. അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം 3 ദൈവദാസന്മാരിലൂടെ അതിന് 2 ആഴ്ചകൾക്ക് മുമ്പായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ആലോചന ഞങ്ങളെ അറിയിച്ചു. ആ കുഞ്ഞിനെ ദൈവത്തിൽ എടുക്കാൻ പോവുകയാണ്, കുഞ്ഞിനെ ദൈവത്തിൽ ചേർക്കാൻ പോവുകയാണെന്നുള്ള ആലോചന ഞങ്ങളെ അറിയിച്ചു. അങ്ങനെ ഒരു ദിവസം 2 ദൈവദാസന്മാര് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ ദൈവദാസൻ പറഞ്ഞു, കർത്താവേ, ഈ കുഞ്ഞിനെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് ദൈവത്തിൽ ചേർന്നു. ഞാൻ പ്രാരംഭത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ കുഞ്ഞിന്റെ അടക്കവും ഇവിടെ ഒരു കൺവെൻഷനേക്കാളും പ്രയോജനമായിരുന്നു. എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൽ കയറേണ്ട, നിങ്ങൾ ദേശം വിട്ടു പോകണമെന്ന് പറഞ്ഞ നാട് ഒന്നടങ്കമാണ് ഞങ്ങളുടെ കുഞ്ഞിന്റെ ഭൗതിക ശരീരത്തിൽ യാത്രയിൽ പോയി. ഏകദേശം 100-ലധികം പാസ്റ്റേഴ്സ് ആ കുഞ്ഞിന്റെ അടക്ക ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഇവിടെ സാധാരണ ഗതിയിലൊക്കെ അച്ഛന്മാരാരും പെന്തക്കോസ്തുകാർ വീട്ടിൽ പോകുക, കാരണം അവിടെ നിന്ന് വിട്ടുപോകുന്ന ആളുകൾ. എന്നാൽ 8 അച്ഛന്മാർ ഞങ്ങളുടെ കുഞ്ഞിന്റെ അടക്കത്തിന് വേണ്ടി കടന്നു. കന്യാസ്ത്രീ സമൂഹങ്ങൾ ഇവിടെ വന്നു. ചുരുക്കം പറഞ്ഞാല് നാട് ഒന്നടങ്കം, ഞാൻ 32 വർഷം മുമ്പ് ഇവിടെ നിന്ദിക്കപ്പെട്ടെങ്കിൽ, 32 വർഷം മുമ്പ് അപമാനിക്കപ്പെട്ടെങ്കിൽ, അവിടെ തന്നെ നാട് ഒന്നടങ്കം നിന്നുകൊണ്ടാണ് എന്റെ കുഞ്ഞിന്റെ, ദൈവം ഞങ്ങൾക്ക് തന്ന കുഞ്ഞ്, എന്റെ കുഞ്ഞിന് വാക്ക് പറയാൻ പാടില്ലല്ലോ, ദൈവം ഞങ്ങൾക്ക് തന്ന കുഞ്ഞിന്റെ ഭൗതിക ശരീരത്തിന് ഒരു യാത്രയപ്പ് നൽകുവാനിടയായി തന്നു. അവൾ ജീവിച്ചിരുന്നപ്പോഴും അവൾ മരിച്ചിരുന്നപ്പോഴും അതൊക്കെ ഞങ്ങൾക്ക് ഒരു വലിയ സാക്ഷ്യമായി മാറാനിടയായി തന്നു. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ തന്നെ ഞാൻ പൊതുവെ കാര്യം പറയാം. കർത്താവിന്റെ വേല വിശ്വസ്തയോടെ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിയും പരാജയപ്പെട്ടു പോകത്തില്ല. ഇന്ന് പലരും ചോദിക്കുന്നത്, ദൈവവേലയ്ക്ക് ഇറങ്ങുമ്പോൾ എന്തോ സപ്പോർട്ട് കിട്ടും, എന്താ സാഹചര്യം? ഞാൻ എന്റെ ശുശ്രൂഷയിൽ എന്റെ ദൈവത്തോട് ഒരു കാര്യം പോലും, ഒരു ഭൗതിക കാര്യങ്ങൾ, അന്നും ഇന്നും എന്റെ ഭൗതികമായ കാര്യങ്ങൾ ദൈവത്തോട് ഞാൻ ചോദിക്കാറില്ല. കാരണം എനിക്ക് ദൈവം വേണ്ടതെല്ലാം സമയാസമയങ്ങൾ ദൈവം തരുന്നുണ്ട്. ആമേൻ. സൗകര്യങ്ങളോ ഏത് സാഹചര്യത്തിലും കർത്താവിന്റെ വേല ചെയ്യാൻ ദൈവനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യങ്ങളിലും കർത്താവിന്റെ വേല ചെയ്യാൻ ദൈവനെ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവിന്റെ വേല ഒരു ലാഭമായിട്ട് ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ ഇത് എനിക്ക് കിട്ടും. ചില പറയത്തില്ല, ഇന്ന് നമ്മൾ 100 രൂപ കൊടുത്താൽ നമുക്ക് 200 തരും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേല ചെയ്തിട്ടില്ല. കർത്താവിന്റെ വേല എന്നാ ലാഭമാണ്, എങ്ങനെ ദൈവം പറയുന്നുവോ, ദൈവം പറയുന്ന കാര്യങ്ങൾ സാഹചര്യങ്ങൾ നോക്കത്തില്ല, ഒന്നും നോക്കത്തില്ല. അതുപോലെയാണ് ഇന്ന് വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ദൈവവേലയ്ക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവവേല ചെയ്യാമെങ്കിൽ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുന്നു പറഞ്ഞ കർത്താവ് നിശ്ചയമായി മാനിക്കാൻ ഇടയായി. കാരണം ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവവേലയ്ക്ക് വേണ്ടി പരമാർത്ഥമായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയും തകർന്നു പോയിട്ടില്ല. അവർ തലമുറകൾ നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ പറയാം, വേദനയോടാണ് ആ വാക്ക് പറയുന്നെങ്കിലും ഒത്തിരി ഉഡായിപ്പുകൾ, അതായത് അങ്ങനെ ആ വാക്ക് തെറ്റായിരിക്കാം, പക്ഷെ എങ്കിലും ആ വാക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ദൈവവേലയുടെ പേര് ചില ആളുകൾ പറയുമ്പോൾ പറയും, ചിലപ്പോൾ 2 കുടുംബമായിരിക്കും ആ സഭയിലുള്ളത്. അദ്ദേഹത്തോട് പറയാൻ പറയും, ഭയങ്കര തിരക്കാ ഭാഷകൾ. എന്താ തിരക്ക് നമുക്ക് പിടി കിട്ടുന്നില്ല. ഈ തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സുവിശേഷകന്റെ തിരക്ക് ദൈവവേല തന്നെയാണ് തിരക്കെന്ന് പറയുന്നത്. അതിന് വേറെ തിരക്കൊന്നുമില്ല. പക്ഷെങ്കിൽ ഒരാത്മാക്കളെ പോലും നേടാതെ, ഒരു വ്യക്തിയെ പോലും വിശ്വാസി കൊണ്ടുവരാതെ, ഒരു ട്രാക്ട് പോലും കൊടുക്കാതെ സ്വയമായിട്ട് സ്വയപ്രഖ്യാപിത പാസ്റ്റർമാരായിട്ടൊക്കെ നിൽക്കുന്ന അനേകരെ കാണാൻ കഴിയുന്നു. ഈ കർത്താവ് പറഞ്ഞു, നന്നായി ശുശ്രൂഷ ചെയ്തവർ തങ്ങൾക്ക് നല്ല നിലയിൽ ക്രിസ്തുയേശുവിൽ വളരെ പ്രാഗൽഭ്യം സമ്പാദിക്കും. നന്നായി ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ട്, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് സ്വർഗത്തിലെ ദൈവം തരുന്ന സർട്ടിഫിക്കറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആളുകളൊക്കെ അവരവരൊക്കെ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഭയങ്കര പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ ഈ അരോമാറ്റിക് തന്നെ എന്റെ ജീവിതം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നും പറയാൻ ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, ഈ എന്റെ ഇവിടുത്തെ പ്രവർത്തനം കണ്ടിട്ട് പല ദിവസന്മാർ വന്നിട്ട് പറഞ്ഞു, ഗൾഫിൽ ഒരു 3 മാസം പ്രോഗ്രാം ചെയ്യണം. അവിടെ ചെന്നൊരു പ്രോഗ്രാം ഒന്നും തിരക്കണ്ട, 3 മാസത്തെ പ്രോഗ്രാം പിടിച്ചു തരാം, ഒരു ദിവസം കൊണ്ട് ഒരു പ്രോഗ്രാം ഒരിടത്ത് പോകണ്ടെന്ന്. ഞാൻ അന്നേരം പറഞ്ഞത്, എന്നെ ദൈവാശുശ്രൂഷ ഏൽപ്പിച്ചിട്ടില്ല. കാരണം ഇവിടെ ചെന്നിട്ട് എന്റെ സാക്ഷ്യം വിറ്റ് എന്റെ കാര്യങ്ങൾ പറയും, ചിലപ്പോൾ എന്റെ കുറച്ച് കളവ് സാമ്പത്തിക ബാധ്യതകളൊക്കെ ചിലപ്പോൾ മാറുമായിരിക്കും. പക്ഷെ ഞാൻ ഒരിക്കലും അത് ആഗ്രഹിച്ചിട്ടില്ല. ദൈവം പറയുന്നു, ഇന്നും എനിക്കൊരു പാസ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോകുന്നവരെല്ലാം പാപികളാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്റെ വിളി അതല്ല. എനിക്ക് നാട്ടിൽ വേലയുണ്ട്, നല്ലൊരു സഭയുണ്ട്, അതിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. വേറെ ഒരിടത്തെയും കണക്ക് എന്നോട് ചോദിക്കത്തില്ല എന്നത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഗൾഫിൽ പോയത് പാപമാണെന്നൊന്നും
ഞാൻ ഒരിക്കലും പറയുന്നില്ല. അത് ദൈവമോ ഓരോരുത്തർക്കും അവരുടെ ശുശ്രൂഷകളും ദൈവാസമാരൊക്കെ അവിടെ പോയി അവർ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ചില പറയാറില്ലയോ, ഒരു പ്രാവശ്യം വിദേശത്ത് പോകാൻ ഞാൻ ആഗ്രഹിച്ചു, പ്ലെയിനിലൊന്ന് കയറുന്നുണ്ട് വലിയൊരു ആഗ്രഹമായിരുന്നത്. എനിക്ക് പ്ലെയിൻ കാണണമെന്ന് ആഗ്രഹമില്ല. ഈ നെടുമ്പാശ്ശേരി ഞങ്ങൾ അടുത്താണ്, എന്നിട്ട് പോലും എയർപോർട്ടിൽ ആരെങ്കിലും കൂടെ പോയിട്ടെങ്കിലും അടുത്ത് ഇതുവരെ ഞാൻ പ്ലെയിൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത് കേട്ടിട്ട് ഇത് കേൾക്കുന്നവരാരും എന്നെ പ്ലെയിൻ കാണിക്കാനും നോക്കണ്ട, അല്ലെങ്കിൽ അന്നൊരു അവസരം കൊടുക്കാം എന്നൊന്നും ഒരിക്കലും ചിന്തിക്കേണ്ട. പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. ഇതൊന്നും ഭൂമിയിലെ യാതൊരു കാര്യത്തിലും ഒരിക്കലാക്കരുത്. ഞാൻ ഇടയ്ക്കൊരു കാര്യം വിട്ടുപോയി. ഈ കൊച്ചു കടമുറി വന്നു ഇവിടെ കഴിഞ്ഞ് പിന്നെ വാടക വീട്ടിലേക്ക് മാറി. സുനാമി വന്നപ്പോഴൊക്കെ ഞങ്ങൾ ഈ വാടക വീട്ടിലായി. അപ്പൊ ഞങ്ങൾ കടലിനോട് ചേർന്ന വീടാണ്. അന്ന് ഭയങ്കര ആ സുനാമി വന്ന സമയത്തൊക്കെ ഞങ്ങളുടെ പാത്രങ്ങളെല്ലാം ഒഴുകിപ്പോയി. ഞങ്ങളുടെ കൊച്ചു വീട്ടിലാണ് കടപ്പുറത്ത് താമസിക്കുന്നത്. ഞാൻ ഈ സുനാമി വന്നപ്പോൾ ഓക്കി വന്നപ്പോഴൊക്കെ, ഓക്കി എന്ന് പറയുമ്പോൾ ഭയങ്കര ദുരന്തമാണ്. ഞങ്ങളുടെ സഭയിൽ ചേച്ചി മരിച്ചു. അന്ന് ഈ സുനാമി ഓക്കിയൊക്കെ വരുമ്പോൾ ഞാൻ ഈ റാന്നിയിൽ ഈ പമ്പാനദിയുടെ തീരത്ത് താമസിച്ചുകൊണ്ട് എനിക്ക് വെള്ളം പേടിയില്ല. ഞാനും ഈ ജനത്തിനോടൊപ്പം സഹായത്തിന് വേണ്ടി ഈ പിന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുമായിരുന്നു. ഈ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ വീടുകളിലുള്ളവരെ കരയ്ക്ക് കൊണ്ടുവരാനായിട്ടും റോഡിൽ കൊണ്ടുവരാനായിട്ടും ഒക്കെ എടുക്കാനും ഒക്കെ പോലീസുകാർ കൂടെ തന്നെ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് അന്നും ആ കാര്യങ്ങളിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ സുനാമി വന്ന സമയങ്ങളൊക്കെ ഇങ്ങനെ വീടുകൾ വാറുവാരി കിടക്കുമ്പോൾ ഈ നാട്ടിലുള്ള ഒരു പാവപ്പെട്ട കത്തോലിക്ക സഹോദരൻ എന്നോട് പറഞ്ഞു, സജിത് പാസ്റ്ററെ, ഒരുപാട് കാലങ്ങളായി ഇവിടെ ഉണ്ട്, ഈ നാട്ടിൽ വിട്ട് ഞങ്ങളെ വിട്ട് പോകരുത്, ഇവിടുന്ന് പോകരുത്. ഇവിടെ പെന്തിക്കോസുകാരല്ല പറഞ്ഞത്, ഒരു കത്തോലിക്ക സഹോദരൻ, ഞങ്ങളെ വിട്ട് ഇവിടുന്ന് പോകരുത് പാസ്റ്റർ, ഇവിടെ എവിടെയെങ്കിലും പാസ്റ്റർ, കുഞ്ഞുങ്ങളൊക്കെ വളരെയല്ലേ, ഒരു വീട് വേണ്ടേ. ഞാൻ വാസ്തവത്തിൽ പറയാം, അന്നാണ് ഒരു വീടെന്ന് പറയുന്ന കാര്യം എന്റെ ജീവിതത്തിൽ ചിന്തിക്കും. ഞാൻ ദൈവസംഘത്തിനോട് പറയാം, എനിക്ക് വീട് ഞാൻ ചിന്തിച്ചത്. കാരണം റാന്നിയിൽ മലയിൽ ഒരു ഇടിഞ്ഞു വലിഞ്ഞു വീടാറായ ഒരു വീട് എനിക്കുണ്ട്. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഞാൻ അതിന് പറയുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം അതിന് ഈർക്കിൽ മാത്രമേ ഉള്ളായിരുന്നു, ഓലയില്ലായിരുന്നു. വരയ്ക്കകത്ത് നോക്കിയാൽ നക്ഷത്രം മുഴുവൻ കാണാമായിരുന്നു. അങ്ങനെയുള്ള ഒരു വീട്ടിൽ താമസിച്ച് എനിക്ക് ഒരു വീട്, എനിക്ക് കർത്താവിന് വേലയൊന്നും മാത്രമല്ല, എന്നാൽ കർത്താവിന് വേല ചെയ്യുമ്പോൾ എനിക്ക് ഇനി വീടൊക്കെ ദൈവം തരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. എന്നാൽ ആ സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, സോനി, ഈ സേവരേട്ടൻ പറഞ്ഞു നമുക്കൊരു വീട് വേണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് പറഞ്ഞ വാക്കാ, സേവരേട്ടൻ പറഞ്ഞു ഒരു വീട് വേണം. എന്നാൽ അതിന് ചുരുങ്ങിയ ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ തൃശ്ശൂരിലെ ഒരു സൈമൺ സാറുണ്ട്, അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി എനിക്ക് ഇച്ചിരി സ്ഥലം മേടിച്ചു. അങ്ങനെ റോഡ് സൈഡിൽ തന്നെ ഏകദേശം 5 സെന്റ് സ്ഥലം മേടിച്ചു. അപ്പൊ വേറെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, നാരകത്താനിയിൽ ഞങ്ങൾ പുതിയ വേല തുടങ്ങിയപ്പോൾ എന്റെ ഭാര്യയുടെ ഷെയറായിട്ട് ഞങ്ങൾ കൊടുത്തത് 15 സെന്റ് സ്ഥലമാണ്. അതൊരു തോടിക്കൂടെ വേണം പോകാൻ. അതിനകത്തെ പ്രധാന സ്ഥലം ഞാൻ ചർച്ചിന് വേണ്ടി കൊടുത്തു. എന്റെ ഭാര്യ വീട്ടുകാർക്കൊക്കെ അന്ന് ഭയങ്കര എതിരായിരുന്നു, അവരാരും വിശ്വാസം വന്നില്ല. അവരെ മൂക്ക് കൊടുത്ത് കർത്താവിന് വേലയ്ക്ക് കൊടുത്തു അവർക്ക് ഉൾക്കൊള്ളാൻ മനസ്സിലായി. ദൈവം എനിക്ക് തന്നപ്പോൾ ഒരു തോട്ടിക്കൂടെയുള്ള വഴിയാണ് കൊടുത്തെങ്കിൽ ഏറ്റവും മെയിൻ റോഡിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് കർത്താവ് എനിക്ക് തന്നത്. അന്ന് അത് കൊടുക്കുമ്പോൾ ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തതല്ല. അവിടെ കൊടുത്താൽ ഇവിടെ കിട്ടുന്ന ചില പറഞ്ഞ 1 വെച്ചാൽ 2, അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, ഇപ്പോഴും ചിന്തിക്കുന്നില്ല. അന്ന് കൊടുത്ത ആവേശം നേരിട്ട് അത് കർത്താവിന് വേലയ്ക്ക് കൊടുത്തു. ഇവിടെ പിന്നത്തെ ചെന്നപ്പോൾ ഈ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോപ്പിൽ, ബസ് ഇറങ്ങുന്ന സ്റ്റോപ്പിൽ തന്നെയുള്ള പ്രധാന സ്ഥലമാണ് ദൈവം എനിക്ക് നൽകുന്നത്. അതിന്റെയൊക്കെ കാര്യങ്ങള് ഒത്തിരി പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ദൈവം ഈ എന്റെ ശുശ്രൂഷ എനിക്ക് ചെയ്തു. ഞാൻ അധികം സമയങ്ങൾ എടുക്കുന്നില്ല. ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് അബദ്ധമായി പോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ എനിക്ക് എന്റെ 63 വയസ്സ് കഴിഞ്ഞു. എന്നാൽ ഇന്ന് വരെയും ദൈവം 33 വർഷമായി ഞാൻ ഈ പ്രദേശത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നിട്ട് ഇന്ന് വരെയും ദൈവം എനിക്ക് നല്ലവനായി. നേരോട് നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മ മുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ആ വാക്കിന് ഞാൻ പൂർണ്ണമായി പ്രാഗൽഭ്യം, നേരോടെ നടന്നു എന്നുള്ള വാക്കൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ആവോളം നേരോടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആവോളം വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കണം എന്നും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതും പൂർണ്ണമായെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ആഗ്രഹിക്കുന്നുണ്ട്, വിശ്വസ്തയോടെ നിൽക്കണം. മരണസമയത്ത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് ദൈവം വിളിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കർത്താവിന്റെ വേലയ്ക്കകത്ത് യാതൊരു കൃത്രിമവുമില്ല. കർത്താവിന്റെ വേല സത്യസന്ധതയോടും നിഷ്കളങ്കതയോടും നിർമ്മലതയോടും കർത്താവിന്റെ വേല ചെയ്യണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. ഇന്നുള്ള മറ്റുള്ള വരും തലമുറകൾക്ക് ഒരു മാതൃകയുള്ള ശുശ്രൂഷകനായി ജീവിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. ദ്രവ്യാഗ്രഹം അത് എന്റെ ജീവിതത്തിൽ കയറരുതേ എന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, ദൈവത്തെ മറന്നു പോകുന്ന ഒരു നന്മ എനിക്കും എന്റെ തലമുറയ്ക്കും തരല്ലേ എന്ന് ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ മക്കളെ കേൾക്കാൻ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ കൊച്ചുമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, എനിക്കോ എന്റെ മക്കൾക്കോ എന്റെ കൊച്ചുമക്കൾക്കോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, ദൈവത്തെ മറന്നു പോകുന്ന ഒരു നന്മയും നീ കൊടുക്കരുത്. കാരണം ദൈവമില്ലാത്ത എന്ത് നന്മയാ. ഇന്നത്തെ ഓരോ തലമുറകളുടെ പോക്കും
ഒക്കെ കാണുമ്പോൾ എല്ലാവരും മക്കൾക്ക് വേണ്ടിയൊക്കെ ചരിതി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ വേദനയോടെ പറയുകയാണ്, ദൈവത്തെ മറക്കുന്ന ഒരു നന്മയും നമുക്ക് വേണ്ട. ദൈവമില്ലാത്ത നന്മ നമുക്ക് എന്തിനാ? ദൈവത്തെ വിശ്വസ്തയോടെ നമുക്ക് സേവിക്കണം, സത്യസന്ധയോടെ നമുക്ക് ദൈവത്തെ സേവിക്കണം. ദൈവം നമ്മളെ മാനിക്കുവാൻ ഇടയായിത്തീരും. ഞാന് എന്റെ വാക്കുകള് തൽക്കാലം നിർത്തുകയാണ്. കാരണം ഞാന് പാസ്റ്റർ എനിക്ക് നേരത്തെ ഈ ഡേറ്റ് തന്നിരുന്നെങ്കിലും ഈ ഒരാഴ്ച ഇന്നലെ പിന്നെ ഞാൻ രാത്രി ഒരു 10-70 സഭകളിൽ ദൈവമക്കളെ ഇവിടെ വന്ന് ഇവരെ എല്ലാം കോർഡിനേറ്റ് ചെയ്തുള്ള പ്രോഗ്രാം അത് അടുപ്പിച്ച് നടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് സമയം ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. ഞാൻ അത്തരത്തിലൊക്കെ ആയിരുന്നു. എനിക്കിങ്ങനെ അരോമ ടിവിയിലൂടെ ഒരു പ്രാവശ്യം കൂടെ എന്റെ സാക്ഷ്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തിന് ഞാൻ ദൈവത്തിന് മുഴുവൻ മഹത്വമാണ്. ഞാൻ ഇതിന് യാതൊരു യോഗ്യതയുള്ളവനല്ല. കാരണം എന്നെ ലോകം അറിയണമെന്നോ മറ്റുള്ളവർ അറിയണമെന്നില്ല. എനിക്ക് കർത്താവ് എന്നെ അറിയണം, കർത്താവിന് ഹിതപ്രകാരം കർത്താവിന് ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രിയ ഡാനിയൽ പാസ്റ്റർ അദ്ദേഹം എന്നെ വളരെ സ്നേഹിച്ച് എനിക്ക് വീണ്ടും ഇങ്ങനെ ഒരു അവസരം കൂടെ തന്നു. ഞാൻ പാസ്റ്ററെ ഒത്തിരി നന്ദിയുണ്ട്. പാസ്റ്ററിന്റെ മിനിസ്ട്രിയെ ദൈവം ധാരാളം അനുഗ്രഹിക്കുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു വാക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ അരോമ ടിവിയിലൂടെ എന്റെ ഈ സാക്ഷ്യം മുമ്പ് കേട്ട വാക്കുകൾ പലതും ഇതിനകത്ത് വന്നിട്ടുണ്ടാകാം. എങ്കിലും ഇത് അനേകർക്ക് പ്രചോദനം നൽകട്ടെ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ചില വാക്കുകൾ ആ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാകാൻ പാടില്ല, വേദന ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ആ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് അത് മറക്കി. ഞാൻ രാത്രിയിലും പ്രാർത്ഥിച്ചപ്പോഴും രാവിലെ ഒക്കെ എന്റെ മനസ്സിൽ പല വാക്കുകൾ ഞാൻ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കി. കാരണം എന്റെ സാക്ഷ്യം കൊണ്ട്, ഒരു വാക്കുകൾ കൊണ്ടോ കേൾക്കുന്ന ഒരാളെ പോലും ഹൃദയത്തിൽ വേദന ഉണ്ടാകാൻ പാടില്ല. ദൈവം എല്ലാം ഭംഗിയായി ചെയ്യട്ടെ. നമുക്ക് ദൈവത്തിന്റെ ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവ്, അപ്പൊ ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയിലൂടെ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം അടിയന് തന്ന ഭാഗ്യത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഈ സാക്ഷ്യം അനേകർക്ക് ആശ്വാസത്തിന് കാരണമാകണം. ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമായി മാറുവാൻ ഇടയാകണമേ. തകർന്ന കുടുംബങ്ങൾക്ക് ഇതൊരു ആശ്വാസമായി തരണം. ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾ തകർന്ന സ്ഥാനത്ത് ഞങ്ങളുടെ കുടുംബത്തെ ഉദ്ധരിച്ച ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഞങ്ങളുടെ സഹോദരങ്ങളെയൊക്കെയും വിടുവിച്ച ദൈവമേ, ഇത് കേൾക്കുന്ന അനേക കുടുംബങ്ങൾക്ക് ഇത് വിടുതലിന്, അനുഗ്രഹത്തിന് ദൈവം കാരണമാക്കി തീർക്കണമേ. പ്രിയ ഡാനിയൽ പാസ്റ്റർ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭക്തനോട് ദൈവം ചെയ്യിക്കുന്ന എല്ലാ നല്ല ശുശ്രൂഷകൾക്കായി സ്തോത്രം. ദാസന്റെ ശുശ്രൂഷ ദൈവം മാനിക്കണമേ, ആദരിക്കണമേ. അനേക ആയിരങ്ങൾക്ക് പ്രയോജനമാവണ്ണം കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസയോടെ ചെയ്യുവാൻ പിന്നെയും ഞങ്ങളുടെ ദാസന്റെ കൃപ പകരുവാൻ പ്രാർത്ഥിക്കും. ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അതിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മുഴുവൻ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തെ അപേക്ഷിച്ച് കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സജിമോൻ TC അവറുകൾ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവോഹിതനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസന്മാരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ജീവിതം എന്ന് പറയുന്നത് എന്നും ഓരോ പുതിയ സാക്ഷ്യങ്ങളാണ്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപേ കർത്താവിന്റെ ദാസൻ അരോമ TVയില് സാക്ഷ്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയതും അതിനുശേഷം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതുമായ പല അനുഭവങ്ങളും ഇന്നത്തെ ഈ സമയത്ത് പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങൾ, ദൈവം ഓരോ ദിവസവും നമ്മോട് കൂടെ ഇരുന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മെ കൊണ്ട് ചെയ്യിക്കുന്ന ഓരോ കാര്യപരിപാടികൾ, അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ ദൈവനാമം മഹിമപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടി കർത്താവിനോട് ചേർന്നിരുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ആ നടത്തിയ വഴികളിലൂടെ കർത്താവിന് മഹത്വം കരയേറ്റുവാനും അവസരമുണ്ടാകുന്നു. ആകയാൽ ഇന്ന് പങ്കുവച്ചതായ ഈ സാക്ഷ്യവും അരോമ TVയുടെ അനേക പ്രിയപ്പെട്ടവർക്ക് പ്രചോദനത്തിനും വിശ്വാസം വർദ്ധിക്കുന്നതിനും മുഖാന്തരമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് മിറക്കിൾ ബേബി എന്ന് പറഞ്ഞ ആ കുഞ്ഞിന്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ചല്ലോ. ആ കുഞ്ഞ് ഒരു അത്ഭുത വിഷയമായിരുന്നു, ഒരു അഭിമാന വിഷയമായിരുന്നു, കുടുംബത്തിലെല്ലാവർക്കും കണ്ണിലുണ്ണിയായിരുന്നു. എന്നാൽ തക്ക സമയമായപ്പോൾ കർത്താവ് പൈതലിനെ നിത്യതയ്ക്കായിട്ട് തന്റെ സന്നിധിയിൽ ചേർത്തുകൊണ്ടു. എന്നാൽ പ്രിയ പൈതൽ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ അഭിമാനകരമായ ചില നിമിഷങ്ങൾ മരണസമയത്ത്
ആ കുഞ്ഞിന്റെ അടക്കത്തോടുള്ള ബന്ധത്തിലും ആ ഭവനത്തില്, സഭയില്, സമൂഹത്തില് ഉണ്ടായി എന്ന് കേട്ടു. തീർച്ചയായിട്ടും ഒരു ഭക്തന്റെ ജനനവും ജീവിതവും മരണവും എല്ലാം ദൈവത്തിന് മഹത്വത്തിന് കാരണമായി തീരും. പ്രിയ കർത്താവിന്റെ ദാസനെ ദൈവം അതിനായി ഉപയോഗിക്കുന്നു, ആ കുടുംബത്തെ ദൈവം അതിനായി ഉപയോഗിക്കുന്നു, തലമുറകളെ ദൈവം അതിനായി ഉപയോഗിക്കുന്നു, വിശ്വാസ സമൂഹത്തെ, ദേശത്തെ ഒക്കെ ദൈവം അതിനായി മാറ്റിക്കൊണ്ടിരിക്കുന്നു, ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉള്ള വസ്തുതകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ശക്തമായി നേതൃത്വം കൊടുക്കുവാൻ, മുന്നേറുവാൻ, കർത്തൃ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ സ്വർഗത്തിലെ ദൈവ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട സമയം വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇന്ന് പറയുവാൻ കടന്നു വന്നതിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ ടിവിയുടെ ശ്രോതാക്കൾക്കും ഈ സാക്ഷ്യം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രചോദനമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കണം. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.